ഇന്ത്യ പോലൊരു രാജ്യത്തിൻ്റെ സാമ്പത്തികമായി ഇത്രയധികം മുന്നേറുന്ന ഒരു രാജ്യത്തിൻ്റെ കണക്ക് പുസ്തകവുമായി ഒരു മന്ത്രി വരികയാണ്. 2047 നമ്മൾ 5 ട്രില്യൺ എക്കോണമിയിലേക്ക് പോവുകയാണ്. 5 ട്രില്യൺ എക്കോണമി നമ്മുടെ പ്രതിശീർഷ വരുമാനം വികസിത രാജ്യങ്ങളെ ലെവലിലേക്ക് ഉയർത്തണം. മീൻ വിൽപ്പനക്കാരൻ എങ്ങനെ ഡിജിറ്റൽ ഇന്ത്യയിലോട്ട്? പക്ഷെ ഇപ്പൊ മുഴുവൻ മീൻ കച്ചവടക്കാരും ഡിജിറ്റൽ സംഭവമായിട്ട് ഇരിക്കുന്നത്. അവരുടെ ഇരിക്കുന്ന ത്രാസിന്റെ മറുഭാഗത്ത് QR കോഡ് വെച്ചിരിക്കുകയാണ്. നമ്മുടെ ഈ പെട്രോൾ ഡീസൽ വില വർധനവ്, ആൾക്കാർ ഏറ്റവും കൂടുതൽ പാചകവാതകം, ഇത്തരം കാര്യങ്ങളിലാണ് സാധാരണക്കാരൻ എപ്പോഴും കൺസേൺഡ് ആയിട്ടിരിക്കുന്നത്. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റേറ്റ് ഓഫ് ടാക്സ് ചുമത്തുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതെ, ഈ 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കുന്ന ഒരു കാലം രാജ്യത്ത് വരുമോ? മദ്യം, ലോട്ടറി, പെട്രോൾ, ഈ മൂന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കേരളത്തില് ഖജനാവ് പൂട്ടും. നമസ്കാരം. വ്യൂ ഫൈൻഡറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 3ാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആദ്യ സമ്പൂർണ്ണ ബഡ്ജറ്റ് അത് യാഥാർത്ഥ്യമാകാൻ ഇനി ശേഷിക്കുന്നത് ഏതാനും മണിക്കൂറുകൾ മാത്രം. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിക്കാൻ ആവോളമുണ്ട്. പ്രതീക്ഷകളും പ്രത്യാശകളും ഒരു ഭാഗത്ത് അങ്ങനെ തുടരുമ്പോൾ എല്ലാവർക്കും ചോദിക്കാനുള്ളത് ഒറ്റ ചോദ്യം മാത്രം: നമുക്ക് എന്ത് കിട്ടും? ഇതേക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ആസൂത്രണ ബോർഡ് മുൻ ചീഫ് ശ്രീ നിയതി, സാമ്പത്തിക വിദഗ്ധൻ കൂടിയാണ് അദ്ദേഹം. അതോടൊപ്പം ശ്രീ GK സുരേഷ് ബാബു, മാധ്യമപ്രവർത്തകൻ, സാമ്പത്തിക നിരീക്ഷകൻ. നരേന്ദ്രമോദി 3.0 ആദ്യ സമ്പൂർണ്ണ ബഡ്ജറ്റിലേക്ക് കടക്കുകയാണ്. പ്രതീക്ഷകൾ ആവോളമുണ്ട്. എന്താണ് അതിനെക്കുറിച്ചുള്ളൊരു താങ്കളുടെ ഒരു വിലയിരുത്തൽ? നിയതി സർ പറയൂ. മോദി ഗവൺമെൻറ് ആദ്യമായിട്ട് അധികാരത്തിൽ വരുന്നത് 2014 2014 അധികാരത്തിൽ വന്നു. 2015 തിരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിൽ വന്നു. 5 വർഷം കഴിഞ്ഞ് 2024 തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വീണ്ടും അധികാരത്തിൽ വന്നു. മൂന്നാമത് അധികാരത്തിൽ വന്ന അവസരത്തിൽ ആദ്യ 2 പ്രാവശ്യവും ഉണ്ടായിരുന്നതിനേക്കാൾ കുറവ് ജനസമ്മതിയാണ് മോദി ഗവൺമെൻറ്റിന് കിട്ടിയിട്ടുള്ളത് എന്നുള്ള വസ്തുത കൂടി മനസ്സിലാക്കിക്കൊണ്ട് വേണം 2024-25 ബഡ്ജറ്റിനെ പറ്റി വിലയിരുത്തേണ്ടുന്നതും. അതേപോലെ തന്നെ കഴിഞ്ഞ 10 വർഷം മോദി ഗവൺമെൻറ്റിൻ്റെ കാലത്തുണ്ടായ സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ മേഖലകളിലുണ്ടായിട്ടുള്ള പുരോഗതിയും വളർച്ചയും വിലയിരുത്തേണ്ടത്. നമ്മൾ 2014 പോകുന്ന അവസരത്തിൽ 10 വർഷത്തേക്ക് പുറകിലോട്ട് പോകുന്ന അവസരത്തിൽ 2 വസ്തുതകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 2014 മുമ്പുള്ള 10 വർഷം UPA ഗവൺമെൻറ് ആയിരുന്നു. അതിനുശേഷം 10 വർഷം NDA ഗവൺമെൻറ്, മോദി നേതൃത്വം കൊടുത്ത NDA ഗവൺമെൻറ് ആയിരുന്നു. 2014 അധികാരത്തിൽ വന്നതിന് ശേഷം വലിയ വലിയ മാറ്റങ്ങൾ സാമ്പത്തിക രംഗത്തും സാമൂഹിക രംഗത്തും അതേപോലെ തന്നെ സാമ്പത്തിക പരിഷ്കാരങ്ങളിലും എല്ലാം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതെല്ലാം സാമ്പത്തിക പുരോഗതിയുടെ വളർച്ചാ നിരക്ക് വർദ്ധിക്കുന്നതിനും സാമൂഹ്യനീതി ഉറപ്പാക്കുന്നതിനും വേണ്ടിയുള്ള പ്രധാന ശ്രമങ്ങളായിരുന്നു. അതിലൊരു പരിധിവരെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. എങ്കിലും 2014 ശേഷം ഇന്ത്യൻ എക്കോണമിയിലെ 3 പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വരുത്തുകയുണ്ടായി. അതിൽ ആദ്യം വന്നത് 2016 നോട്ട് റദ്ദാക്കൽ, 2017 GST ചരക്ക് സേവന നികുതി, മൂന്നാമത് വരുന്നത് COVID-19 അനന്തരഫലമായിട്ട് സമ്പദ്ഘടനയിലുണ്ടായ ചെറിയ മാറ്റങ്ങളാണ്. നോട്ട് റദ്ദാക്കൽ കള്ളപ്പണം പുറത്തു കൊണ്ടുവരുന്നതിനും സമ്പദ് വ്യവസ്ഥയുടെ ഈ അഴിമതി കുറയ്ക്കുന്നതിനും വളർച്ച വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അതൊരു പരിധി അവർ വിജയിച്ചിട്ടുണ്ട്. ഇപ്പം നോക്കുന്ന അവസരത്തിൽ ഏകദേശം 97% 2000 രൂപയുടെ നോട്ടുകളും 1000 രൂപയുടെ നോട്ടുകളും തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ 3% ഇപ്പോഴും എവിടെയാണെന്ന് ഉള്ളതിനെപ്പറ്റി ഒരു വ്യക്തത RBIയും പറയുന്നില്ല. പിന്നെ രണ്ടാമത് വരുന്നത് GST ആണ്. GSTയുടെ പ്രധാന ഉദ്ദേശം ഒരു ഏകീകൃത ടാക്സ് സ്ട്രക്ചർ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഒരു ഇന്ത്യ ഒരു ടാക്സ്, ആ രീതിയിലായിരുന്നു കൊണ്ടുവന്നത്. അത് ഒരു പരിധി വിജയിച്ചിട്ടുണ്ട്. പക്ഷേ അത് സംസ്ഥാനങ്ങളുടെ വരുമാനത്തെ പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ വരുമാനത്തെയും പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നുള്ള ചർച്ചകളൊക്കെ നടക്കുന്നത്. എങ്കിൽ തന്നെയും GSTയെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നികുതി നിരക്ക് ആൾ ഇന്ത്യ ലെവലിൽ യൂണിഫോം ആക്കിക്കൊണ്ട് ഒരു അപ്പർ ലിമിറ്റ് വെച്ചുകൊണ്ട് ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് സംസ്ഥാനങ്ങളുടെ റവന്യൂ വരുമാനത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ കൈകടത്തി എന്നുള്ള ചില രാഷ്ട്രീയ വിമർശനങ്ങളും ഒക്കെ വരുന്നുണ്ട്. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും 2017 തുടങ്ങിയ GST 2022 വരെ നഷ്ടപരിഹാരം സംസ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നഷ്ടപരിഹാരമില്ല, സംസ്ഥാനങ്ങളെല്ലാം ഏകദേശം ഒരു ട്രാക്കിലേക്ക് വന്നിട്ടുണ്ട്.
അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ GST കളക്ഷൻ സർവകാല റെക്കോർഡോടുകൂടി ഏകദേശം 1,60,50,000 കോടി രൂപയിൽ വരെ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ. അത് തീർച്ചയായിട്ടും ഒരു നല്ല കാര്യം തന്നെയാണ് റവന്യൂ ഇത് നോക്കുന്ന അവസരത്തിൽ. അത് കഴിഞ്ഞ അവസരത്തിലാണ് അങ്ങനെ 2022 വരെ കോമ്പൻസേഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു. അതിപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് പറയുന്നത് കോമ്പൻസേഷൻ വേണം, പക്ഷേ മറ്റൊരു സംസ്ഥാനങ്ങളൊന്നും, അതൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ളത് മറ്റു കാര്യങ്ങളിലൊക്കെയാണ്, നമ്മളതിലേക്ക് കടക്കേണ്ട ആവശ്യം വരുന്നില്ല എപ്പോഴും. അത് കഴിഞ്ഞതിന് ശേഷമാണ് ലോകം തന്നെ ബാധിച്ച COVID-19. അത് ഇന്ത്യൻ സമ്പദ്ഘടനയെ വലിയ തോതിൽ പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അതിനെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് അതിജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ 2-3 പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ടായത് 2019 കോവിഡിനോടനുബന്ധിച്ച് 2021 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു പാക്കേജ് പ്രഖ്യാപിച്ചിരുന്നു. ഏകദേശം 51 ലക്ഷം കോടി രൂപയുടെ ഒരു പാക്കേജാണ് പ്രഖ്യാപിച്ചത്. അതിൽ നിന്ന് സമ്പദ്ഘടനയ്ക്ക് കരകയറാൻ കഴിഞ്ഞു. പക്ഷേ 6 മാസത്തിൽ അധികം നമ്മുടെ എക്കോണമി ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുകയായിരുന്നു. അത് നമ്മുടെ ഉൽപ്പാദനത്തെയും ഉൽപ്പാദനക്ഷമതയെയും തൊഴിലവസരങ്ങളെയൊക്കെ പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ പൂർണ്ണമായിട്ടും മുക്തി നേടിയിട്ടില്ല എങ്കിൽ തന്നെയും ഇപ്പോൾ നമ്മുടെ സമ്പദ്ഘടന, ഇന്ത്യൻ സമ്പദ്ഘടന എന്ന് പറയുന്നത് ലോകത്തിലെ അതിവേഗം വളരുന്ന ഒരു സമ്പദ്ഘടനയാണ്. നമ്മുടെ ശരാശരി വാർഷിക വളർച്ച 7 മുതൽ 8% വരെ വരുന്നുണ്ട്. അത് 2047 ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമാക്കി ഉയർത്തുക, നമ്മുടെ പ്രതിശീർഷ വരുമാനം 13,000 രൂപയിലേക്ക് വർദ്ധിപ്പിക്കുക, അതോടൊപ്പം തന്നെ ഒരു 5 ട്രില്യൺ എക്കോണമിയാക്കി മാറ്റുക എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യം 2024 ഇലക്ഷന് മുമ്പ് അവതരിപ്പിച്ച ഈ വോട്ട് ഓൺ അക്കൗണ്ടിൽ നമ്മുടെ ധനകാര്യമന്ത്രി പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായിരിക്കും തീർച്ചയായിട്ടും 2024-25 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അവതരിപ്പിക്കാനിരിക്കുന്ന സമ്പൂർണ്ണ ബഡ്ജറ്റ്. ഇവിടെ 2 കാര്യങ്ങൾ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 2014 അധികാരത്തിൽ വന്ന മോദി ഗവൺമെൻറ് 1951 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തുടങ്ങിയ പ്ലാനിംഗ് കമ്മീഷൻ പിരിച്ചുവിടുകയും അതിന് പകരമായിട്ട് ഒരു നീതി ആയോഗ് എന്ന് പറയുന്ന ഒരു ദേശീയ സ്ഥാപനം തുടങ്ങുകയും ചെയ്തു. പക്ഷേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഈ പ്ലാനിംഗ് കമ്മീഷൻ നിർത്തൽ ചെയ്യുകയും നീതി ആയോഗ് വരികയും ചെയ്തതോടുകൂടി ഒരു ദേശീയ വികസന നയത്തെ പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അത് നമ്മുടെ സാമ്പത്തിക വളർച്ചയെയും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമൊക്കെ പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നുള്ള ആ സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് 2024-25 വോട്ട് ഓൺ അക്കൗണ്ട് 2024 ഫെബ്രുവരി 1 ധനകാര്യമന്ത്രി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചുകൊണ്ട് ചില വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട 2 വാഗ്ദാനങ്ങളെന്ന് പറയുന്നത് അടുത്ത 5 വർഷത്തിനകം 2 കോടി ജനങ്ങൾക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ സാനിറ്റേഷനെ പറ്റി പറയുന്നുണ്ട്. അങ്ങനെ പല മേഖലകളിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടായിരിക്കണം 2024-25 സമ്പൂർണ്ണ ബഡ്ജറ്റ് മോദി ഗവൺമെൻറ്റിന് വേണ്ടി ധനകാര്യമന്ത്രി പാർലമെൻറ്റിൽ 23 അവതരിപ്പിക്കുന്നത്. മനസ്സിലായി സർ, പോയിന്റ് ക്ലിയർ ആണ്. കഴിഞ്ഞ കുറേയധികം നാളുകളായി രാജ്യത്തിൻ്റെ ഒരു സാമ്പത്തിക നറേഷൻ സാർ കൃത്യമായി വരച്ചെടുക്കുകയാണ്. താങ്കൾക്ക് എന്ത് തോന്നുന്നു, എന്താണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക? ശ്രീ നേതി പറഞ്ഞതല്ല, നേതി സാമ്പത്തിക വിദഗ്ധനാണ്, ഞാൻ പത്രപ്രവർത്തകനുമാണ്. പക്ഷേ നമ്മൾ ഈ നരേന്ദ്രമോദിയോട് നമ്മുടെ ജനത അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക വിദഗ്ധർ അടക്കമുള്ള ആൾക്കാർ നീതി കാണിച്ചിട്ടില്ല എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയത്. കാരണം കഴിഞ്ഞ 10 വർഷം തുടർച്ചയായിട്ട് ഭരിച്ച ഒരു സർക്കാർ വീണ്ടും 3ാം ഊഴത്തിലേക്ക് വരുന്നു എന്നുള്ള ആ ഒരു മാഗ്നിറ്റ്യൂഡ്, അതിൻ്റെ മഹത്വം, അതിൻ്റെ വലിപ്പം നമ്മൾ വളരെ ചെറുതായിട്ടാണ് കണ്ടത്. മാത്രമല്ല, നരേന്ദ്രമോദി കൊണ്ടുവന്ന ഒരു പാരഡൈം ഷിഫ്റ്റ് വികസനത്തിൻ്റെ കാര്യത്തിലായാലും ലോകരാഷ്ട്രങ്ങളുടെ മുന്നിലെ ഇമേജിൻ്റെ കാര്യത്തിലായാലും ജനങ്ങളുടെ ജീവിത സാഹചര്യം, അടിസ്ഥാന സൗകര്യങ്ങൾ, ഈ കാര്യങ്ങളിലൊക്കെ നരേന്ദ്രമോദിയും സർക്കാരും കൊണ്ടുവന്ന ആ പാരഡൈം ഷിഫ്റ്റ് നമ്മൾ വേണ്ട രീതിയിൽ വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ശ്രീ നീതി ഇപ്പോൾ പറഞ്ഞു നമ്മൾ 2047 വികസിത രാഷ്ട്രം ആകാൻ പോകുന്നു. ഈ വികസിത രാഷ്ട്രം എന്ന സ്വപ്നം നരേന്ദ്രമോദിക്ക് മുമ്പ് ഏതെങ്കിലും ഒരു ഭരണാധികാരി നമ്മുടെ രാജ്യത്ത് മുന്നോട്ട് വച്ചിട്ടുണ്ടോ? നമ്മളെപ്പോഴും ഗരീബി ഹഠാവോ തുടങ്ങി ദാരിദ്ര്യത്തിൻ്റെയും ചൂഷണത്തിൻ്റെയും സബ്സിഡിയുടെയും ഒക്കെ ലെവലിൽ താഴെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. നമ്മുടെ റോഡുകൾ, ഇവിടെ അന്താരാഷ്ട്ര നിലവാരമുള്ള റോഡുകൾ ഭാരതത്തിൽ എത്ര ഉണ്ടായിരുന്നു? വളരെ കുറവായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് വന്നിട്ടുള്ള
ആ പരിവർത്തനം നമ്മൾ ആലോചിക്കണം. ഇപ്പോൾ നരേന്ദ്രമോദി വന്നതിന് ശേഷം സാമ്പത്തിക അച്ചടക്കം, വളരെ നിശ്ചിതമായ സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവന്നു. ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ നാണ്യപ്പെരുപ്പം പൂർണ്ണമായിട്ടും പിടിച്ചു നിർത്തി. പിന്നെ കൊറോണ അല്ലെങ്കിൽ കോവിഡ് വന്നതിനെ ലോകം മുഴുവൻ കോവിഡിനെ എങ്ങനെ കണ്ടു എന്ന് നമുക്കറിയാം. ആ സമയത്ത് വളരെ ധൈര്യപൂർവ്വം ധീരതയോടെ ലോകത്തിന് മുഴുവൻ മാതൃകാപരമായ രീതിയിലാണ് നമ്മൾ കോവിഡിനെ നേരിട്ടത്. കോവിഡ് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ഇവിടെ ഗ്ലൗസും കോവിഡ് നേരിടാനുള്ള മറ്റ് സൗകര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആലോചിക്കണം, എത്ര ഫാസ്റ്റായിട്ടാണ്, എത്ര പെട്ടെന്നാണ് നമ്മൾ കോവിഡ് വാക്സിൻ അടക്കം എല്ലാ കാര്യങ്ങളും കൊണ്ടുവരികയും ലോകരാഷ്ട്രങ്ങൾക്ക് മുഴുവൻ കോവിഡ് വാക്സിൻ കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് എങ്ങനെ വളരെ ഫ്ലൈയിങ് കളേഴ്സിലാണ് നമ്മൾ കോവിഡിനെ ബീറ്റ് ചെയ്ത് രാജ്യം പുറത്തേക്ക് വന്നത്. അതേപോലെ ബാക്കിയുള്ള ഓരോ വികസനത്തിൻ്റെ ഓരോ കാര്യത്തിലും ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നമ്മുടെ സാമ്പത്തിക നില എന്ന് പറയുന്നത് $2 ട്രില്യൺ ഉള്ള ഒരു സമ്പദ് വ്യവസ്ഥയായിരുന്നു നമ്മുടേത്. കഴിഞ്ഞ ഈ 10 വർഷം കൊണ്ട് 1.78 ട്രില്യൺ ഗ്രോത്താണ് നമുക്ക് ഭാരതത്തിനുണ്ടായത്. അടുത്ത 5 വർഷം കൊണ്ട് $2 ട്രില്യൺ കൂടെ കൊണ്ടുവന്ന് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ മൊത്തം 5.78 കൊണ്ടുവന്നിട്ടാണ് നമ്മൾ വികസിത രാഷ്ട്രം എന്നുള്ളൊരു സങ്കല്പം നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ഇന്ന് 5ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഭാരതം മാറിയിരിക്കുന്നു. നമ്മളെ ഒരു കാലത്ത് കീഴടക്കി വെച്ചിരുന്ന ബ്രിട്ടൻ അടക്കമുള്ളവരെ നമ്മൾ ബീറ്റ് ചെയ്തു. ഇനി നമ്മൾ 3ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഈ സർക്കാരിൻ്റെ കാലത്ത് വളർന്നു വരണം എന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ബാക്കി ഇതിനെക്കുറിച്ച് ഞാൻ പിന്നീട് വരാം. പക്ഷെ മൊത്തത്തിൽ ഭാരതത്തിൽ ഒരു വികസനത്തിൻ്റെയും വളർച്ചയുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെ വികാസത്തിൻ്റെയും ഒക്കെ ഒരു അന്തരീക്ഷം വന്നു. ചില കാര്യങ്ങളിൽ നമ്മളിപ്പോഴും ഇനിയും മുന്നോട്ട് വരാനുള്ള ഏറ്റവും വലിയ പ്രശ്നം തൊഴിലില്ലായ്മയുടേതാണ്. തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിൽ കുറച്ചുകൂടി ശക്തമായ പ്രവർത്തനം അനിവാര്യമാണ്. കാരണം ഭാരതത്തിൻ്റെ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ നരയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ 60 വയസ്സിനുള്ള കൂടുതൽ പ്രായമുള്ള ആൾക്കാർ ലോക ജനസംഖ്യയുടെ ഭൂരിഭാഗം ആകുമ്പോൾ നമ്മുടെ ഭാരതത്തിലെ 55% ജനസംഖ്യ യുവാക്കളുടേതാകാൻ പോകുന്ന ഒരു പ്രതിഭാസമാണ് ഈ വരുന്ന ദശാബ്ദങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ തൊഴിലിൻ്റെ കാര്യത്തിൽ നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുക്കണം. ഈ അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രം പോരാ, അടിസ്ഥാന സൗകര്യങ്ങളുടെ കംപ്ലീറ്റ് വികസനത്തിലൂടെ ഒരു സന്തുലിതവും സമഗ്രവുമായ വികസനം ഭാരതത്തിലുടനീളം ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. മനസ്സിലായി സാർ, പോയിന്റ് ക്ലിയർ ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ രണ്ടുപേരും 2 ആംഗിളിലുള്ള രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. അദ്ദേഹം കുറച്ചുകൂടെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളും ഫാക്ച്വൽ ആയിട്ടുള്ള കുറേ വസ്തുതകളും പറയുമ്പോൾ GK നമ്മളോട് സംസാരിച്ചത് മുഴുവൻ പൊളിറ്റിക്കലായിട്ടുള്ള രാഷ്ട്രം എങ്ങനെ മുന്നേറുന്നു എന്നുള്ള വസ്തുതകളെ കുറിച്ചിട്ടാണ്. രണ്ടും അംഗീകരിക്കുന്നു. പക്ഷേ ഇനി എൻ്റെ ഒരു സബ്ജക്റ്റീവ് ഒപ്പീനിയൻ ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഒരു ബജറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ കുറേയധികം നാളുകളായി നിർമ്മലാ സീതാരാമൻ വ്യക്തിപരമായി ഏറെ ഇഷ്ടമുള്ളൊരു നേതാവാണ്. മാഡമാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ എപ്പോഴും ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്ന ഒരു ചിത്രം, എനിക്ക് തോന്നുന്നു 7ാമത്തെ 8ാമത്തെ ബഡ്ജറ്റാണ് കണ്ടിന്യൂസ് ആയിട്ട് 7ാമത്തെ ബഡ്ജറ്റ് മാം അവതരിപ്പിക്കാൻ പോകുന്നത്. ശതകോടികളുടെ കണക്കുകൾ അവതരിപ്പിക്കുന്ന വലിയൊരു ബഡ്ജറ്റാണ്. ആ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ നമ്മുടെ ധനമന്ത്രി പാർലമെൻറ്റ് മന്ദിരത്തിലേക്ക് വരുന്നത് ഒരു 8 ലക്ഷം രൂപയുടെ ഒരു സിയാസ് കാറിലാണ് വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇന്ത്യ പോലൊരു രാജ്യത്തിൻ്റെ സാമ്പത്തികമായി ഇത്രയധികം മുന്നേറുന്നൊരു രാജ്യത്തിൻ്റെ കണക്ക് പുസ്തകവുമായി ഒരു മന്ത്രി വരികയാണ്. അതാണ് ആ ഒരു ചിത്രമാണ്, ആ ഒരു എളിമയും അവരുടെ പേഴ്സണാലിറ്റിയൊക്കെ നമ്മുടെ മനസ്സിലെല്ലാം ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇക്കുറി അതേ ധനമന്ത്രി അതേ വേദിയിലേക്ക് അതേ കണക്ക് പുസ്തകവുമായി പുതിയ പ്രത്യാശകളുമായിട്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ എത്തുമ്പോൾ ജനകീയമായി എന്തൊക്കെ പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെടാം നമുക്കിപ്പം ഒന്നും ആധികാരികമായിട്ട് പറയാൻ സാധിക്കില്ല. പക്ഷേ എന്തൊക്കെ നമുക്ക് പ്രത്യാശിക്കാം, എന്തൊക്കെയാണ് താങ്കളുടെ ഒരു കാഴ്ചപ്പാടിൽ എന്തൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം? അല്ലെ, ജനകീയമായ പ്രഖ്യാപനങ്ങൾക്കാൾ കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് നമ്മുടെ സമ്പദ്ഘടന ഇന്ന് എവിടെ നിൽക്കുന്നു എന്നുള്ളതിനെ പറ്റിയായിരിക്കണം. അപ്പോൾ ഇവിടെ GK പറഞ്ഞതുപോലെ ദാരിദ്ര്യത്തെപ്പറ്റി പറഞ്ഞു, തൊഴിലില്ലായ്മയെപ്പറ്റി പറഞ്ഞു, വളർച്ചയെപ്പറ്റിയൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത് കേവലം ഒരു വരുമാനത്തിൻ്റെയും ചെലവിൻ്റെയും കണക്ക് പുസ്തകം മാത്രമല്ല. അത് നമ്മുടെ സാമ്പത്തിക വളർച്ചയെ എങ്ങനെ സഹായകരമാക്കുന്നു,
തൊഴിലവസരങ്ങളെ എങ്ങനെ സൃഷ്ടിക്കുന്നു, സാമൂഹ്യ പുരോഗതി എങ്ങനെ ഉണ്ടാകുന്നു, സാമൂഹ്യ സമത്വം എങ്ങനെ കൈവരിക്കാൻ സാധിക്കും, അതുപോലെ തന്നെ വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക അസമത്വം എങ്ങനെ ലഘൂകരിക്കാൻ കഴിയും എന്നതിനെ പറ്റിയൊക്കെ ഉള്ള ഒരു വ്യക്തമായ നയസമീപന രേഖ കൂടി ആയിരിക്കണം ബഡ്ജറ്റ് എന്ന് പറയുന്നതാണ് എൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നോക്കുന്ന അവസരത്തിൽ, പക്ഷെ ഇവിടെ ജി.കെ പറഞ്ഞതുപോലെ പല കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യ ഒരു വളരെ അതിവേഗം വളർന്നു വരുന്ന ഒരു സമ്പദ്ഘടനയാണ്. 7 മുതൽ 8% വളർച്ച കൈവരിക്കുന്നുണ്ട്. വേൾഡ് ബാങ്കും ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കും ഒക്കെ അതിനെപ്പറ്റി പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ വളർച്ചാ നിരക്ക് വർധനവ് മാത്രം മതിയോ എന്നുള്ള ഒരു ചിന്തയായിരിക്കണം ഈ 2024-25 ബഡ്ജറ്റിൽ നമ്മൾ വിലയിരുത്തുന്നത്. കാരണം നമ്മളിപ്പം 5 ട്രില്യൺ എക്കോണമിയിലേക്ക് പോവുകയാണ്. 5 ട്രില്യൺ എക്കോണമിയിലേക്ക് പോകും എന്ന് പറയുന്ന അവസരത്തിൽ അതിന് ചില അനുകൂലമായിട്ടുള്ള ഘടകങ്ങളുണ്ടായിരിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നമ്മുടെ ഗ്രോസ് ക്യാപിറ്റൽ ഫോർമേഷൻ, അത് നമ്മുടെ മൂലധന വരുമാനം എന്തായിരിക്കണം. 2006 മുതൽ 2011 വരെ ഇന്ത്യൻ സമ്പദ്ഘടന ഏകദേശം 8% കൂടുതൽ വളർച്ച കൈവരിച്ചു. ആ വളർച്ച ഉണ്ടായിരുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ക്യാപിറ്റൽ ഫോർമേഷനായിരുന്നു. അന്നുണ്ടായിരുന്ന ക്യാപിറ്റൽ ഫോർമേഷൻ ശരാശരി 39%. നമ്മുടെ GDP 39%. അതിന്ന് താഴ്ന്ന് 22% കുറഞ്ഞിരിക്കുകയാണ്. ഒരു ഭാഗത്ത് വളർച്ചാ നിരക്ക് വർദ്ധിക്കുന്നു, പക്ഷേ നമ്മുടെ ക്യാപിറ്റൽ ഫോർമേഷൻ കുറയുന്നുണ്ട്. ഈ 39% കൊണ്ട് ശരാശരി 8% വാർഷിക വളർച്ച കൈവരിച്ച 2006-2011 കാലത്തേക്ക് നമ്മൾ തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ ബഡ്ജറ്റിൽ കൂടി ക്യാപിറ്റൽ ഫോർമേഷൻ വർദ്ധിപ്പിക്കുന്നതിനുള്ള വ്യക്തമായൊരു നയ തീരുമാനം ഉണ്ടായിരിക്കും. വിഭവ സമാഹരണത്തിന് കൂടുതൽ വഴികൾ കണ്ടെത്തണം എന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്. അതെ, തീർച്ചയായും സ്വാഭാവികമായും ട്രില്യൺസിൻ്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് രാജ്യത്തെ കൊണ്ടെത്തിക്കാൻ തക്കതായ പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ അതിന് എവിടെ നിന്ന് ഫണ്ട് വകയിരുത്തണം എന്നതും അവർ ചിന്തിക്കുമല്ലോ. അത്തരത്തിലുള്ള സ്വാഭാവികമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കാം. താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഇപ്രാവശ്യം എന്തൊക്കെയായിരിക്കും അധിക വിഭവ സമാഹരണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ധനമന്ത്രി എന്തൊക്കെയായിരിക്കും ചെയ്യുക? സാധാരണഗതിയിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി വിമർശന വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, നഷ്ടത്തിലോടുന്ന സ്ഥാപനങ്ങൾ ഒഴിവാക്കുക എന്ന് പറയുന്നൊരു സാധനം. ഒരു പക്ഷേ നിർമ്മലാ സീതാരാമൻ ഏറ്റവും കൂടുതൽ ആക്ഷേപം നേരിടുന്ന ഒരു മേഖലയും അത് തന്നെ ആയിരിക്കാം. താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഇപ്രാവശ്യം എങ്ങനെയൊക്കെ ആയിരിക്കാം നമ്മുടെ രാജ്യത്തിന് വേണ്ട വിഭവം എവിടെ നിന്നൊക്കെ ആയിരിക്കും സമാഹരിക്കുക? എനിക്ക് തോന്നുന്നത് ഈ നീതി പറയുന്ന മാതിരിയുള്ള ഒരു അലാമിങ് സിറ്റുവേഷൻ ഇന്നില്ല. പക്ഷേ ഈ കഴിഞ്ഞ 10 വർഷത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഗണ്യമായ ഒരു ചേഞ്ച്, ഒരു മാറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ GST ഏറ്റവും അവസാനത്തെ ഇതനുസരിച്ച് 2 ലക്ഷം കോടിയുടെ കവിഞ്ഞിരിക്കുന്നു GST വരുമാനം. ഇപ്പോൾ GST വരുമാനത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പരാതി പറയുന്നത് കേരളം മാത്രമാണ്. പല പ്രാവശ്യവും നമ്മുടെ രാജ്യത്തിൻ്റെ GST വരുമാനം റെക്കോർഡുകൾ ഭേദിച്ചു. കോവിഡ് സമയത്ത് പോലും ഇപ്പം 2 ലക്ഷം കോടി റെക്കോർഡ് വരുമാനമാണ് കടന്നിരിക്കുന്നു. ഇപ്പം കേരളം മാത്രമാണ് ഈ GSTക്കെതിരെ കേരളം നിലപാടെടുക്കുന്നത്. കാരണമുണ്ട്. കാരണം നമ്മളൊരു എന്താ പറയുക, ഒരു ഉപഭോഗ സംസ്ഥാനമാണ്. ഇവിടെ വ്യവസായങ്ങളില്ല. പിന്നെ കാർഷിക മേഖല പൂർണ്ണമായിട്ടും മുരടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പഠനം നടത്തിയിട്ടുള്ള ആളാണ് നീതി. പിന്നെ വ്യവസായവും മുരടിച്ചിരിക്കുകയാണ്. കാർഷിക മേഖല താഴോട്ട് ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വളരുന്നത് ശമ്പളവും പലിശയും കൊടുക്കുന്ന സേവന മേഖല മാത്രമാണ്. പ്രത്യുൽപാദനപരമായ യാതൊരു കാര്യങ്ങളും കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നില്ല. ഇതെങ്ങനെ നമ്മൾ മറികടക്കും? ആ മറികടക്കാനുള്ള വഴികളെക്കുറിച്ച് കേരളം ആലോചിക്കുന്നതിന് പകരം നമ്മൾ കടമെടുത്ത് വീണ്ടും ചിലവാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ വേണം ദേശീയ തലത്തിലുള്ള ഇതിനെ നമ്മൾ കാണാൻ. ദേശീയ തലത്തിൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇത്തവണ ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ ഒരു ഇതിനു വേണ്ടി ഫാസ്റ്റർ അപ്രൂവൽസ്, ഏറ്റവും വേഗത്തിൽ ഇതിന് അനുമതികൾ കൊടുത്ത് കൂടുതൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടേക്ക് കൊണ്ടുവരാനുള്ള ഒരു കാര്യത്തിന് ന്യായ സമീപനം ഉണ്ടാവും. പിന്നെ MSME, ഏറ്റവും കൂടുതൽ തൊഴിലവസരം കൊണ്ടുവരാൻ പറ്റുന്ന സാധനങ്ങളാണ് ഈ മീഡിയം സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. ആ ഇൻഡസ്ട്രീസിൻ്റെ കാര്യത്തിലും വളരെ കാര്യമായ ഒരു മാറ്റം ഉണ്ടാകും. അത് ഉണ്ടാവാതിരിക്കാൻ പറ്റില്ല. കാരണം ചൈനയായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ചൈനയിലെ MSMEയുടെ കീഴിലുള്ള വ്യവസായ സ്ഥാപനങ്ങളിലെ ജോലിക്കാരുടെ എണ്ണം 1000 പക്ഷേ ഭാരതത്തിലത് 20. അപ്പോൾ 20 വരെ അത് കഴിഞ്ഞാൽ മാത്രമേ വലിയ വ്യവസായം ആകുന്നുള്ളൂ.
അപ്പോൾ ഇതിനകത്തൊരു ഷിഫ്റ്റ് ഉണ്ടായേ പറ്റൂ എന്നുള്ള കാര്യം മിനിയാന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സാമ്പത്തിക വിദഗ്ധന്മാരുമായിട്ട് പ്രധാനമന്ത്രി ചർച്ച നടത്തിയിരുന്നു. ഇന്ന് വ്യാഴാഴ്ച ക്യാബിനറ്റ് ഈ ബജറ്റ് നിർദ്ദേശങ്ങൾ എന്ത് വേണം, ആ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ഈ സഖ്യകക്ഷികളുടെ അടക്കമുള്ള നിർദ്ദേശങ്ങൾ ഇന്ന് മന്ത്രിസഭാ യോഗം പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ വളരെ കാര്യമായ ഒരു ചേഞ്ച്. അപ്പോൾ GDP-യിൽ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൽ 2.5% വർധനയെങ്കിലും ഉണ്ടാകണം എന്നുള്ളൊരു കാഴ്ചപ്പാടായിരിക്കും, അതിനനുസൃതമായ നയങ്ങളായിരിക്കും ബജറ്റ് തയ്യാറാക്കുക. പോയിന്റ് ക്ലിയർ ആണ് സർ. താങ്കളോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ കുറച്ച് നാൾ അതിനിടയ്ക്ക് ഞാൻ സുരേഷ് ബാബു പറഞ്ഞ 2 കാര്യങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് MSME കാര്യം പറഞ്ഞു, മൈക്രോ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ്, അതേപോലെ തന്നെ തൊഴിലവസരങ്ങളെ പറ്റിയും പറഞ്ഞു. തീർച്ചയായിട്ടും അതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് 2016 ഡിമോണറ്റൈസേഷൻ വന്നതോടുകൂടി നമ്മുടെ MSM ഇൻഡസ്ട്രീസിനെ വളരെയധികം പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ 2/3 സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസും അൺരജിസ്റ്റേർഡ് സെക്ടറിലാണ്, അൺഓർഗനൈസ്ഡ് അൺരജിസ്റ്റേർഡ് ആണ്. അതിന് അവർക്ക് വലിയ പ്രോപ്പർ അക്കൗണ്ടിങ് സംവിധാനമൊന്നുമില്ല. ഡിമോണറ്റൈസേഷൻ കഴിഞ്ഞ അവസരത്തിൽ നമ്മൾ ആ ഡിജിറ്റലൈസേഷനിലേക്ക് പോയ അവസരത്തിൽ ലക്ഷക്കണക്കിന് യൂണിറ്റുകൾ പൂട്ടി അവർ പോകേണ്ടതായിട്ടൊരു സ്ഥിതിയുണ്ടായി. കാരണം അവർക്ക് ഇതിനെപ്പറ്റി ഇല്ലിറ്ററേറ്റ്സ് ആണ്, അവർ ഡിജിറ്റലി ലിറ്ററേറ്റ്സ് ആണ്. അങ്ങനെയുള്ള ഒരു സംവിധാനത്തിലേക്ക് ഒരു അക്കൗണ്ടിങ് സിസ്റ്റം ഒന്നും ഉണ്ടായിരുന്നില്ല അവർക്ക്. അങ്ങനെയുള്ള അൺഓർഗനൈസ്ഡ് സെക്ടറിലെ പല ലക്ഷക്കണക്കിന് യൂണിറ്റുകൾ പൂട്ടിപ്പോയി. എന്നിട്ട് അവർ തൊഴിൽ രഹിതരായിട്ട് മാറി. ആ തൊഴിൽ രഹിതരായ അൺഓർഗനൈസ്ഡ് സെക്ടറിലെ മാനുഫാക്ചറിങ് സെക്ടറിലെ ഈ ഉടമകളും തൊഴിലാളികളും അവർ കയറിയത് അഗ്രികൾച്ചർ സെക്ടറിലേക്കാണ്. ഇതൊരു അഗ്രികൾച്ചർ കൃഷി മേഖലയിലേക്ക് വളരെ ഒരു തള്ളിക്കയറ്റം ഉണ്ടായി. പക്ഷേ അവിടെ കാർഷിക മേഖലയിൽ അവർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് നമ്മുടെ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കൂടിയെങ്കിലും പ്രൊഡക്ടിവിറ്റി കുറഞ്ഞ അവസരത്തിൽ അവരുടെ വരുമാനം കുറഞ്ഞു. പക്ഷേ അതനുസരിച്ച് പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ഗവൺമെൻറ്റിന് കർഷകരെ പിടിച്ചുയർത്താൻ കഴിയാതെ വന്നതിൻ്റെ ഫലമായിരുന്നു 1 വർഷം നീണ്ടു നിന്ന 2022-23 കാർഷിക സമരം. അതാണ് എനിക്ക് MSME ഇതുമായിട്ട് യോജിച്ച് പറയാൻ. പിന്നെ രണ്ടാമത്തേതിനകത്ത് വരുന്ന അവസരത്തിൽ നമ്മുടെ ഈ തൊഴിലില്ലായ്മയുടെ കാര്യം നോക്കുന്ന അവസരത്തിൽ നമ്മുടെ മാനുഫാക്ചറിങ് സെക്ടറെ ശക്തിപ്പെടുത്തണം. അതിന് 2014 മോഡി ഗവൺമെൻറ് ആത്മനിർഭർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, നല്ലൊരു പ്രോഗ്രാം കൊണ്ടുവന്നു. അത് സ്വദേശ ഉൽപ്പന്നങ്ങളെ പ്രൊമോട്ട് ചെയ്യുക, അതിനെ വ്യാപിപ്പിക്കുക, ടെക്നോളജി അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതിൻ്റെ വിഷയം. അത് വേണ്ടത്ര രീതിയിൽ അത് നടത്തിക്കൊണ്ട് പോകാനുള്ള ഒരു സംവിധാനം നമുക്ക് സൃഷ്ടിക്കാൻ കഴിയാതെ വന്നു. അന്നേരം അത് ഈ മാനുഫാക്ചറിങ് സെക്ടറിലെ അൺഓർഗനൈസ്ഡ് സെക്ടറിനെ നമ്മൾക്ക് വേണ്ട രീതിയിൽ സ്റ്റെബിലൈസ് ചെയ്യാൻ കഴിയാതെ വരികയും 2014 കൊണ്ടുവന്ന ആത്മനിർഭർ പരിപാടി പൂർണ്ണ തോതിൽ വിജയത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ടാണ് നമ്മുടെ MSME ഇൻഡസ്ട്രീസും അതുപോലെ തന്നെ തൊഴിലില്ലായ്മയും ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട പ്രാവശ്യം അത് അഡ്രസ്സ് ചെയ്യപ്പെടുമെന്ന് തീർച്ചയായിട്ടും ചെയ്യപ്പെടണം. മനസ്സിലായി സാർ. നമ്മൾ നേരത്തെ സംസാരിച്ച് നിർത്തിയൊരു പോയിന്റാണ്, അതായത് വിഭവ സമാഹരണം, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം എന്നുള്ളത്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇപ്പം 3ാമത്തെ ടേമാണല്ലോ, നരേന്ദ്രമോദി സർക്കാരിൻ്റെ 3ാമത്തെ ടേമാണ്. അപ്പോൾ ഈ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സംഗതി, അതായത് നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൂട്ടുക എന്നുള്ളൊരു പോളിസി, വ്യക്തിപരമായി ഞാൻ അതിനോട് യോജിക്കുന്നു. കാരണം നമ്മൾ എത്രയോ കോടി രൂപ എയർ ഇന്ത്യയെ രക്ഷപ്പെടുത്താനായിട്ട് നമ്മൾ കേന്ദ്രം ചെലവഴിച്ചു, പക്ഷേ ഒന്നും സംഭവിച്ചില്ല. അതുപോലെയാണ് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ KSRTC കോടികൾ അങ്ങോട്ട് കൊടുക്കുന്നതല്ലാതെ പ്രത്യേകിച്ച് അത് ലാഭത്തിലാകുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. സോ അത് പൂട്ടേണ്ട ഒരു അനിവാര്യത ഉണ്ടെങ്കിൽ പൂട്ടുന്നതിൽ തെറ്റില്ല. ഇപ്രാവശ്യം ഇപ്പം നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേൾക്കുന്നതാണ് ഭാരത് പെട്രോളിയം, പൊതുമേഖലാ എണ്ണ കമ്പനി 3 ഉണ്ട് നമുക്ക്. അപ്പോൾ അതിൽ ഭാരത് പെട്രോളിയം വിൽക്കാൻ പോകുന്നു അല്ലെങ്കിൽ പൂട്ടാൻ പോകുന്നു എന്നുള്ള വസ്തുത കേൾക്കുന്നു. അതിലൂടെ അധിക വിഭവ സമാഹരണം കണ്ടെത്താൻ ഒരു വഴി കേന്ദ്രം ആരായുന്നതായിട്ട് കുറേയധികം നാളുകളായിട്ട് വാർത്തകൾ കേൾക്കുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ച് എന്തോ വീണ്ടും അതിനെക്കുറിച്ച് സൈലൻ്റായി. ഇക്കുറി 3ാമത്തെ ടേമിൽ അതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഭാരത് പെട്രോളിയം ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഭാവി എന്താകും, അത്തരത്തിൽ എന്തെങ്കിലും കരുതൽ താങ്കൾക്കുണ്ടോ, എന്തെങ്കിലും വിലയിരുത്തലുണ്ടോ? 1991 നമ്മുടെ സാമ്പത്തിക പരിഷ്കരണം തുടങ്ങുന്ന അവസരത്തിൽ എടുത്ത തീരുമാനങ്ങളായിരുന്നു ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി അതിനെ കൂടുതൽ പ്രവർത്തനക്ഷമമാക്കുക, ഒപ്പം ഗവൺമെൻറ് ചെലവുകൾക്ക് വേണ്ടി ധനസമാഹരണം നടത്തുക. ആ ധനസമാഹരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയത്. ആ തുടക്കത്തിലൊക്കെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത് ലാഭകരമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ ഷെയർ ഒരു 50% താഴെ, അത് ഓണർഷിപ്പ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കായിരിക്കും. അതിന് താഴെയുള്ള ഷെയറുകൾ വിറ്റ് ഡിസ്ഇൻവെസ്റ്റ് ചെയ്ത്
പണം സമാഹരിക്കുക. 2, നേരത്തെ പറഞ്ഞതുപോലെ പ്രവർത്തനരഹിതമായിട്ട് കിടക്കുന്നതും പ്രവർത്തനക്ഷമമല്ലാത്തതും ലാഭകരമല്ലാത്തതുമായ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഡീമോണിറ്റൈസ് ചെയ്യുക. അതായത് അവരുടെ വസ്തു ആസ്തി സ്വകാര്യ മേഖലയ്ക്ക് മാർക്കറ്റ് വഴി കൊടുത്തതിന് ശേഷം ഫണ്ട് കണ്ടെത്തുക. ഇപ്പോൾ നമ്മൾ നോക്കുന്ന അവസരത്തിൽ 1991 ശേഷം 2021-22 വരെ ഏകദേശം 10 ലക്ഷം കോടി രൂപയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഷെയർ വിറ്റ് അല്ലെങ്കിൽ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി സമാഹരിച്ചിട്ടുണ്ട്. അതിൽ 65% 2014 ശേഷം വന്ന മോദി ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. കാരണം നമ്മൾ ഭീമമായ തുക, ഏകദേശം ഒരു 7 ലക്ഷം കോടിയോളം രൂപ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി സമാഹരിച്ചിട്ടുണ്ട്. ഇനിയും അത് തുടരുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു സോഴ്സാണ്. കാരണം അതിനോട് യോജിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും യോജിക്കുന്നുണ്ട്. കാരണം നോൺ പെർഫോമിങ് അസറ്റുകളാണ് ഇതൊക്കെ കൂടുതൽ. ഇപ്പോൾ നമ്മുടെ ബാങ്കുകളിലെ കിട്ടാക്കടമാണെന്നുണ്ടെങ്കിൽ അത് 8% വരെ പോകുന്നു, ഇപ്പോൾ അത് 3% താഴെയായിട്ട് വന്നിരിക്കുന്നു. അതേപോലെ തന്നെ പെർഫോമിങ് അസറ്റുകളെ ഒന്നേ ഡീമോണിറ്റൈസ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ഷെയർ സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുക, അല്ലെങ്കിൽ സ്വകാര്യ മേഖലയും പൊതുമേഖലയും തമ്മിൽ സംയുക്ത സംരംഭങ്ങളാക്കി മാറ്റിയതിന് ശേഷം ധനം സമാഹരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നല്ല കാര്യം തന്നെ ആയിരിക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ 3 വർഷമായിട്ട് കോവിഡിന് ശേഷം 2020-21 ശേഷം നമ്മുടെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ടാർഗറ്റ് ഒരു വർഷവും കൈവരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഈ 2023-24 1.75 ലക്ഷം കോടി രൂപയുടെ ടാർഗറ്റാണ് ഇട്ടത്. പക്ഷേ 2024-25 കിടക്കുന്ന അവസരത്തിൽ അതിൽ 50,000 കോടി പോലും സമാഹരിക്കാൻ കഴിയാത്തൊരവസ്ഥയിലായിരുന്നു. അതിനകത്ത് രാഷ്ട്രീയപരമായ കാരണങ്ങൾ കാണും, ചിലപ്പോൾ ഔദ്യോഗിക ബ്യൂറോക്രസിയുടെ എതിർപ്പുകൾ കാണാം. അതൊക്കെ കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ നടക്കാതെ വരുന്നത്. ഞാൻ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ എണ്ണ കമ്പനികളുടെ കാര്യം പറഞ്ഞു. അതിലേറ്റവും കൂടുതൽ ലാഭത്തിൽ നടക്കുന്ന കമ്പനിയാണ് IOC, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. അതിൻ്റെ ഡിസ്ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനമുണ്ടായിരുന്നു. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് ലാഭകരമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനവും, അത് നമ്മുടെ എനർജിയുടെ ഈ ഓയിലിൻ്റെ ഏകദേശം 80% നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ്. അങ്ങനെ ഇമ്പോർട്ട് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്ത് മാർക്കറ്റിൽ വിറ്റ് നടക്കുന്ന അവസരത്തിൽ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഡിസ്ഇൻവെസ്റ്റ് ചെയ്ത് സ്വകാര്യ മേഖലയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കഴിയാതെ വരും. അതായത് ഈ ഓയിൽ ഇൻഡസ്ട്രിയാണ് നമ്മുടെ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. പക്ഷേ ചിലപ്പോൾ ആ രാഷ്ട്രീയപരമായ കാരണങ്ങൾ കൊണ്ടായിരിക്കും ഗവൺമെൻറ് ഓയിൽ കമ്പനികളെ ഇങ്ങനെ ഡിസ്ഇൻവെസ്റ്റ് ചെയ്യാതെ കണ്ടിട്ട് ഇപ്പോഴും പൊതുമേഖലയിൽ ചോദിച്ചോട്ടെ സാർ, ഇപ്പോൾ നമുക്ക് 3 പൊതുമേഖലാ സ്ഥാപനങ്ങൾ, എണ്ണ കമ്പനികൾ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഉണ്ട്, ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഉണ്ട്, ഭാരത് പെട്രോളിയം ഉണ്ട്. ശരിക്കും നമ്മളിപ്പോൾ പരമ്പരാഗത ഇന്ധന സംവിധാനങ്ങൾ വിട്ടിട്ട് മറ്റ് ന്യൂജൻ ഗ്രീൻ എനർജിയിലോട്ട് പോവുകയാണ്. ഇപ്പോൾ ഹൈഡ്രജൻ ഫ്യൂലായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ സാധ്യതകളിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ രാജ്യം ക്രമേണ പുതിയ ഇന്ധനങ്ങളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ ഈ 3 പൊതുമേഖലാ സ്ഥാപനങ്ങൾ നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ വിറ്റാൽ കിട്ടുന്നത് നാളെ ചിലപ്പോൾ വിറ്റാൽ ഉണ്ടാകണമെന്നില്ല. കാരണം ഇതൊരു എടുക്കാച്ചരക്കായി മാറിക്കൂടായികയില്ല. ആ ഒരു സാഹചര്യത്തിൽ ഒന്നുകിൽ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ ഈ സാധനങ്ങൾ ഒഴിവാക്കുക, അല്ലെങ്കിൽ ഇത് മെർജ് ചെയ്തിട്ട് ഒരു ഒറ്റ എൻറ്റിറ്റി ആയിട്ട് പബ്ലിക് മേഖലയിൽ നിലനിർത്തുക. ഇതൊരു വയബിൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിട്ടല്ലേ തോന്നുന്നത്? അങ്ങനെ ചില വിലയിരുത്തലുകൾ വരുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓയിൽ ഇൻഡസ്ട്രി നമ്മുടെ സമ്പദ്ഘടനയുടെ ഒരു അടിസ്ഥാന ഘടകമാണ്. ആ ഓയിൽ ഇൻഡസ്ട്രി ഡിസ്ഇൻവെസ്റ്റ് ചെയ്ത് സ്വകാര്യ മേഖലയ്ക്ക് മറ്റോ കൊടുത്തു കഴിഞ്ഞാൽ 80% ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യത്തിന് ചിലപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരും. അതൊരു മോദി ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയ തീരുമാനമായിരിക്കണം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഡിസ്ഇൻവെസ്റ്റ് ചെയ്യുമെന്നുള്ളതിനെ പറ്റി. എന്തോ പറയാനായിട്ട് തോന്നുന്നു. അല്ല, ഞാൻ ആത്മനിർഭർ ഭാരതിനെ കുറിച്ചാണ് പറയാൻ വന്നത്. നീതി പറഞ്ഞത് ഇത് പൂർണ്ണമായും വിജയകരം ആയില്ല. പൂർണ്ണമായിട്ട് ഒരുപക്ഷെ ഒരു കാരണവശാലും ഒരു കാലത്തും ഒരു സാഹചര്യത്തിലും ഒരു പദ്ധതിയും 100% എത്തുന്ന ഇന്ത്യ പോളിസി ഡിഫൻസിലൊക്കെ ഡിഫൻസ് ഭയങ്കര സക്സസ് ആയിരുന്നു. ഇപ്പം നമ്മള് സർവകാല റെക്കോർഡാണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡിന് ഒരുപാട് വിദേശ ഓർഡറുകളുണ്ട്. ഇവിടുന്ന് ഒരുപാട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബ്രഹ്മോസ്, BL, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എക്സ്പോർട്ട് ചെയ്യുന്നു. ഡിഫൻസ് പ്രൊഡക്ഷൻ ഇന്ന് വരെ ഉണ്ടാകാത്ത ഏറ്റവും വലിയ ബൂസ്റ്റിലേക്ക് ഡിഫൻസ് പ്രൊഡക്ഷൻ മാറി. പിന്നെ ഈ പറഞ്ഞത് കറക്റ്റാണ്. കാര്യം നമ്മൾ ഈ എണ്ണയുടെ കാര്യത്തിൽ പലപ്പോഴും മോഡി സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ നിലപാട് പോലും വളരെ പ്രസക്തമാണ്. റഷ്യക്കെതിരെ സാമ്പത്തിക ഉപരോധം വന്നപ്പോഴാണ് റഷ്യയിൽ നിന്ന് ഇവിടെ വില കുറഞ്ഞ എണ്ണ കിട്ടിയപ്പോൾ എണ്ണ വാങ്ങി. ഇവിടെ ലോകം മുഴുവൻ എതിർത്തിട്ടും നരേന്ദ്രമോദി ആ തീരുമാനം എടുത്തതുകൊണ്ടാണ് നമ്മുടെ സാമ്പത്തിക ഉപരോധം പറഞ്ഞിട്ടും. അതിനൊരു മറുവശമുണ്ട്. എണ്ണ കുറഞ്ഞ വിലക്ക് ഇമ്പോർട്ട് ചെയ്തു, പക്ഷേ നമുക്ക് കിട്ടിയത്, അതായത് റീറ്റെയിലേഴ്സിന് കിട്ടിയതിൽ ആ കുറവ് കണ്ടില്ല. പക്ഷെ വേറൊരു കാര്യം, ഈ പൈസ ആരും പുട്ടടിക്കുന്നില്ല. ഇതിവിടെ വികസനത്തിന് വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തുന്നത്. അല്ല, ഡിസ്ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ഈ കേരളത്തിലൊരു തെറ്റായ ധാരണയുണ്ട്. അത് ഒരു പക്ഷേ രാഷ്ട്രീയപരമായിട്ട് നമ്മുടെ മലയാളികൾ പ്രചരിപ്പിക്കുന്നതാണ്.
ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഉടനെ സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതുകയാണ്. സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതുകയാണോ ചെയ്യുന്നത്? ഈ സർക്കാരിൻ്റെ ഓഹരി അല്ലെ സർക്കാരിൻ്റെ ഉടമസ്ഥാവകാശത്തിലുള്ള ആ സംഭവം പൊതുജനങ്ങൾക്ക് ഷെയറായിട്ടല്ലേ പോകുന്നത്? മൊത്തം പബ്ലിക്കിൻ്റെ ഇടയിലേക്ക് ഇതിൻ്റെ ഓണർഷിപ്പ് വരികയാണ്. അതിന് രാഷ്ട്രീയമായിട്ട് ഇത് സ്വകാര്യ മേഖലയ്ക്ക് കൊടുത്തു അല്ലെങ്കിൽ അംബാനിക്ക് കൊടുത്തു എന്നുള്ള രീതിയിലുള്ള പ്രചരണം നടക്കുകയാണ്. പക്ഷെ ലോകത്ത് ഇപ്പം വികസിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ രാഷ്ട്രങ്ങളിലും സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെയാണ് ഈ വികസനം കൈവരിച്ചിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ പോലും ഷാങ്ഹായ് മേഖലയിൽ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ വികസന പ്രവർത്തനങ്ങളും സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെയാണ്. അപ്പോൾ ഈ സ്വകാര്യ പങ്കാളിത്തം കൂടി ഉറപ്പാക്കിക്കൊണ്ട് ഒരു 5 ട്രില്യൺ ഇക്കോണമിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ തഴയാൻ പറ്റില്ല. അതേപോലെ ജനങ്ങളുടെ നിക്ഷേപം, ഇവിടെ സാധാരണക്കാരായ വളരെ പാവപ്പെട്ട ആൾക്കാർ പോലും ഇന്നിപ്പോൾ ഷെയർ ട്രേഡിങ്ങിലേക്ക് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പണം മുഴുവൻ സമാഹരിക്കുന്നത് ഭാരതത്തിൻ്റെ വികസനത്തിന് വേണ്ടിയാണ്. പണ്ട് എന്താ ചെയ്തിരുന്നത്? പണ്ട് ഇത് പലപ്പോഴും മറ്റു പല മാർഗങ്ങളിലേക്കും ചാനലൈസ് ചെയ്യപ്പെട്ട പണമാണ് ഈ രീതിയിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. ഈ നേരത്തെ അദ്ദേഹം പറഞ്ഞ മാതിരി നമ്മൾ 2030 നമ്മുടെ ഊർജ ഉപഭോഗത്തിൻ്റെ ഭൂരിപക്ഷവും 60% എങ്കിലും നമ്മൾ ഗ്രീൻ എനർജിയിലേക്ക് മാറണം എന്നുള്ള കാഴ്ചപ്പാടാണ് കഴിഞ്ഞ ദിവസത്തെ സാമ്പത്തിക വിദഗ്ധരുമായിട്ടുള്ള ചർച്ചയിൽ നമ്മൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചത്. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ ഇത്തവണത്തെ ബജറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ MSME എന്ന് വന്ന 2 കാര്യങ്ങളാണ്. MSME കുറിച്ച് പറഞ്ഞത് കറക്റ്റാണ്. MSMEയിൽ പലപ്പോഴും ഈ ചെറുകിട ഇടത്തരം വ്യവസായ സ്ഥാപനങ്ങളിൽ പ്രോപ്പറായ അക്കൗണ്ടിങ്ങോ അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. ഡിജിറ്റൽ ഇക്കോണമി, ഡിജിറ്റൽ സമ്പ്രദായം കൊണ്ടുവരുമ്പോൾ നമ്മുടെ തോമസ് ഐസക് തന്നെ പരിഹരിച്ചിരുന്നു. ഇവിടെ ഈ ചെറിയ കടക്കാരെങ്കിലും എന്തെങ്കിലും പിന്നെ ഇങ്ങനെ ഈ ഡിജിറ്റൽ സമ്പ്രദായത്തിലൂടെ ഗൂഗിൾ പേ ഒക്കെ ചെയ്യാൻ പറ്റുമോ? അല്ല, അത് പാർലമെന്റിൽ തന്നെ ചിദംബരം ധനമന്ത്രി ചിദംബരം, അന്നത്തെ മുൻമന്ത്രി ചിദംബരം പറഞ്ഞു മീൻ വിൽപ്പനക്കാരൻ എങ്ങനെ ഡിജിറ്റൽ ഇന്ത്യയിലോട്ട്. പക്ഷെ ഇപ്പൊ മുഴുവൻ മീൻ കച്ചവടക്കാരും ഡിജിറ്റൽ സംഭവമായിട്ട് ഇരിക്കുന്നത്. അവരുടെ ഇരിക്കുന്ന ത്രാസിന്റെ മറുഭാഗത്ത് QR കോഡ് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് പ്രായോഗികമാണ് എന്നുള്ളത് മാത്രമല്ല, നമ്മളിത് കാണേണ്ട ഏറ്റവും വലിയ ഘടകം രാജീവ് ഗാന്ധി അധികാരത്തിൽ വന്ന സമയത്ത് അന്ന് അദ്ദേഹം നടത്തിയ പഠനത്തിൽ സാധാരണക്കാരിലേക്ക് കൊടുക്കുന്ന 1 രൂപയിൽ 16 പൈസ മാത്രമേ ഈ ഡിസൈഡ് ആർക്കാണോ എത്തേണ്ടത് അവർക്ക് 16 പൈസ എത്തിയിരുന്നുള്ളൂ. ബാക്കി 84 പൈസയും ഇടത്തരക്കാരും ഉദ്യോഗസ്ഥരും ബാക്കിയുള്ളവരും കൂടെ കൊള്ളയടിക്കുകയായിരുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ അവിടുന്നോ അല്ലെങ്കിൽ സബ്സിഡി ആയിട്ടോ എന്ത് രീതിയിൽ കൊടുക്കുന്ന പൈസയാണോ അത് ഡിജിറ്റൽ ഇക്കോണമി വഴി നേരിട്ട ആരാണോ ഗുണഭോക്താവ് ആ ഗുണഭോക്താവിന് പണം കിട്ടുന്ന സംവിധാനം വന്നു. ഡിജിറ്റൽ ഇക്കോണമിയിൽ ഭാരതം കൈവരിച്ച നേട്ടം ഇന്ന് കഴിഞ്ഞ നമ്മുടെ G20 സമയത്ത് വിദേശ രാഷ്ട്ര തലവന്മാരും വിദേശ സാമ്പത്തിക വിദഗ്ധരും അടക്കമുള്ള ആൾക്കാർ വന്നിട്ട് നമ്മുടെ കടകളിൽ പോയിട്ട് കണ്ടു പച്ചക്കറിക്കാർ, സ്ത്രീകൾ എങ്ങനെയാണ് ഈ QR കോഡ് ഉപയോഗിച്ച് വിൽപ്പന നടത്തുന്നത്. അപ്പോൾ നമ്മൾ ഇന്നൊരു സമ്പൂർണ്ണ ഡിജിറ്റൽ ഇക്കോണമിയിലേക്ക് നമ്മൾ ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായി, പോയിന്റ് ക്ലിയർ ആണ്. സർ ഒന്ന് ചോദിച്ചോട്ടെ, ഇദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് ഇപ്പോൾ നമ്മൾ സമ്പൂർണ്ണ ഡിജിറ്റൽ ഇക്കോണമിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് മാറിയെന്ന് വേണമെങ്കിലും പറയാം. കാരണം താഴെത്തട്ടിലുള്ള ബഹുഭൂരിപക്ഷം ആൾക്കാരും ഇത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് ഇനി അങ്ങോട്ട് ഇത് എത്രത്തോളം നമ്മൾ ഇത് കൂടുതൽ എൻഹാൻസ് ചെയ്യുന്നതിന് ഇത് എത്രത്തോളം സഹായകരമാകും? കാരണം ഈ ഡിജിറ്റൽ ഇന്ത്യയിലോട്ടുള്ള ഈ ക്രമാനുഗതമായ മൂവ്മെൻറ്റ് എത്രത്തോളം പോസിറ്റീവായി നമുക്ക് കാണാം? അത് 2 രീതിയിൽ വേണം നമ്മൾ കാണാനായിട്ട്. ഒന്ന്, ഡിജിറ്റൽ എക്കോണമിയിലേക്ക് പോകുന്ന അവസരത്തിൽ അക്കൗണ്ടിങ് പ്രോപ്പറാകും. അതേപോലെ തന്നെ അവിടെ അഴിമതി കുറയ്ക്കാൻ പറ്റും. ആ 2 ലക്ഷ്യങ്ങളായിരുന്നു മോദി ഗവൺമെൻറ് ഉണ്ടായിരുന്നത്. നികുതി വെട്ടിപ്പിലും കുറവല്ല, വെട്ടിപ്പ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെ GK പറഞ്ഞതുപോലെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, GST വന്ന അവസരത്തിൽ കേരളത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. തോമസ് ഐസക് എന്ന് പറഞ്ഞത് ഒരു വർഷം ശരാശരി 3000 കോടി രൂപ കേരളത്തിന് അധികം കിട്ടും. അതുകൊണ്ടാണ് GST കൗൺസിൽ കൈയടിച്ചത്, പാസ്സാക്കി കൊടുത്തത്. അതിലേക്ക് വരികയാണ് ഞാനത്. പക്ഷെ അന്നേരം അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തീരുമാനിച്ചത്, കൗൺസിലും തീരുമാനിച്ചത് അവരൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തു. GST കൗൺസിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അപ്രൂവലോടുകൂടി അതെല്ലാ സംസ്ഥാനങ്ങൾക്കും തരാം. നിങ്ങളത് കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ അവർക്ക് പരിശീലനം കൊടുത്ത് കളക്ഷൻ കാര്യക്ഷമമാക്കണമെന്ന് പറയും. പക്ഷേ കേരള ഗവൺമെൻറ് ചെയ്തത് ആ സോഫ്റ്റ്വെയർ അവർ അപ്രൂവ് ചെയ്തില്ല. ഞങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയോളാം എന്ന് പറഞ്ഞ് 3 വർഷം കഴിഞ്ഞിട്ട് പോലും അവർക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല.
ഉണ്ടാക്കിയതിനെല്ലാം തകരാറ് സംഭവിച്ചു. അവസാനം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ചെന്ന് അവരുടെ സോഫ്റ്റ്വെയർ തിരിച്ചു വാങ്ങിക്കൊണ്ട് വന്നതാണ്. അതാണ് കേരളത്തിലെ GST ഭരണ സംവിധാനം ഇത്ര പരാജയപ്പെടാനുള്ള പ്രധാന കാരണവും ഈ GST കോമ്പൻസേഷനെ ഇപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായി സാർ. ഈ നമുക്ക് എത്ര നാൾ ഈ GST കോമ്പൻസേഷൻ കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിക്കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? നമുക്കൊരു സസ്റ്റൈനബിലിറ്റി വേണ്ടി കഴിഞ്ഞത് 2017 GST കൗൺസിൽ തീരുമാനിച്ച് കൊണ്ടുവന്ന സംസ്ഥാനം ഇനിയും വേണമെന്നാണ് അതിലേക്ക് വരികയാണ്. അല്ലല്ല, കൗൺസിൽ തീരുമാനിച്ചു പിന്നെ 5 വർഷത്തേക്ക് എല്ലാ സംസ്ഥാനങ്ങളും പിന്നെ കോമ്പൻസേഷൻ കൊടുക്കും. അതായത് 14% അവർ ആവറേജ് എടുത്തിരുന്നത്. 14% വർധനവിൽ താഴെ പോകുന്ന എമൗണ്ട് ഇപ്പം 13 ആണെന്നുണ്ടെങ്കിൽ 1%, 10 ആണെങ്കിൽ 4%. ആ 4% കോമ്പൻസേറ്റ് ചെയ്യും. അതാണ് നഷ്ടപരിഹാരമായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സംസ്ഥാനങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ അതനുസരിച്ച് അവർ ചില ഗൈഡ് ലൈൻസ് കൊടുത്തിരുന്നു, എങ്ങനെ കാര്യക്ഷമമാക്കണം ഇത്. അത് നേരത്തെ പറയുന്ന സോഫ്റ്റ്വെയർ എന്തായിരിക്കണം അത് ഞങ്ങൾ തരും. പക്ഷേ അതിനോടൊക്കെ ഒരു നിഷേധ നിലപാട് ഗവൺമെൻറ് ഓഫ് കേരള സ്വീകരിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ അനന്തരഫലമായിട്ടാണ് ഈ 5 വർഷവും കോമ്പൻസേഷൻ മേടിച്ചിട്ടും വീണ്ടും ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ, അതായത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, 28 സംസ്ഥാനങ്ങളിലെ 23 സംസ്ഥാനങ്ങളും ഇത് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിട്ടില്ല. കേരളവും. പക്ഷേ കേന്ദ്രത്തിൻ്റെ നയങ്ങൾ നമ്മെ വരിഞ്ഞു മുറുക്കി സാമ്പത്തിക അരക്ഷിതാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാന ആരോപണവും ആക്ഷേപവും. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇപ്പം GST സംവിധാനങ്ങളെല്ലാം നിലവിലുണ്ട്. നമുക്കിനി നമ്മുടെ ഒരു ഭാവി എന്തായിരിക്കും, ഒരു സംസ്ഥാന പ്രോസ്പെക്റ്റീവ് ചിന്തിച്ച് അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത സവിശേഷത എന്ന് പറയുന്നത്, ഇപ്പം കോമ്പൻസേഷന് 2022 ജൂലൈ വരെ കൊടുക്കുമെന്ന് പറഞ്ഞ് 5 വർഷത്തിന് മുമ്പേ പറഞ്ഞാണ്. അതനുസരിച്ച് ഗവൺമെൻറ് തയ്യാറെടുപ്പുകൾ നടത്തണമായിരുന്നു. സംസ്ഥാന ഗവൺമെൻറ് കോമ്പൻസേഷൻ കിട്ടത്തില്ല, അതിൻ്റെ നമ്മുടെ സംഭരണം കാര്യക്ഷമമാക്കണം, ഭരണ സംവിധാനം കാര്യക്ഷമമാക്കണം. അതൊന്നും ചെയ്യാതെ കണ്ടിട്ടാണ്. ഉദാഹരണത്തിന് കോവിഡ് കാലത്ത് നമുക്കറിയാം ലോക്ക് ചെയ്ത ഇന്ത്യൻ എക്കോണമി. അത് ശരിക്കും പ്രതികൂലമായിട്ട് എല്ലാ സംസ്ഥാനങ്ങളെയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും അന്നും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എല്ലാ സംസ്ഥാനങ്ങളിലും കോമ്പൻസേഷൻ കൊടുത്ത് GST കോമ്പൻസേഷൻ കൊടുത്തതെന്ന് പറയുന്നത് RBIയിൽ നിന്ന് 4% പലിശയ്ക്ക് എടുത്തിട്ടാണ് കൊടുത്തത് സംസ്ഥാനങ്ങൾക്ക്. അത് കേരളവും പിന്നെ പഞ്ചാബും ഹരിയാനയും 3 ബംഗാളുമാണ് 4 സംസ്ഥാനങ്ങളാണ് എതിര് പറഞ്ഞത്. 24 സംസ്ഥാനങ്ങൾ അംഗീകരിച്ചു. RBIയിൽ നിന്ന് ഞങ്ങൾ 4% പലിശയ്ക്ക്. അന്ന് കേരള ഗവൺമെൻറ് പറഞ്ഞത് ഈ 4% പലിശ ഞങ്ങൾ തരത്തില്ലെന്ന്. എന്നിട്ട് പിന്നെ അവസാനം നിവൃത്തിയില്ലാവുന്ന അവസരത്തിലാണ് ഗവൺമെൻറ് ഓഫ് കേരളയ്ക്ക് അത് അംഗീകരിക്കേണ്ടതായിട്ട് വന്നത്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കോവിഡ് കാലത്ത് പോലും നമ്മുടെ റവന്യൂ കുറഞ്ഞ് ആ കുറഞ്ഞ വരുമാനം കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വേണ്ടി RBIയിൽ നിന്നും പലിശയ്ക്ക് പണമെടുത്ത് കൊടുക്കാമെന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറഞ്ഞിട്ട് പോലും അംഗീകരിക്കാത്ത ഒരു ഭരണ സംവിധാനമായിരുന്നു അന്ന് കേരളത്തിലുണ്ടായിരുന്നു. മനസ്സിലായി. അല്ല, ഇത് ഈ കേരളത്തിൻ്റെ ഒരു പ്രശ്നം ഇവിടെയാണ്. ഇത് നമ്മൾ കാണണം, നമ്മൾ തുറന്ന മനസ്സോടെ നമ്മൾ വിലയിരുത്തണം. എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ പുറംതിരിഞ്ഞ് നിന്നാൽ നമ്മൾ എവിടെ എത്തും? നമ്മൾ രാഷ്ട്രീയമായിട്ട് ചെയ്യുന്നു, ഓക്കെ, രാഷ്ട്രീയമാണ്. പക്ഷേ വികസനത്തിൻ്റെ കാര്യത്തിൽ വരുമ്പം ഈ കാഴ്ചപ്പാട്, നീതിയും ഞാനുമായിട്ട് നേരത്തെ നടത്തിയിട്ടുള്ള ചർച്ചകളിലും നമ്മുടെ പല ഇതിലും വന്നിട്ടുള്ള കാര്യമാണ്. 1971 കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ കേരളത്തോട് തൊണ്ടിൻ്റെ കാര്യം പറയുന്നത്. തൊണ്ട് വ്യവസായം നമ്മൾ ആലോചിക്കണം. കയറ്, കൈത്തറി, കശുവണ്ടി, ഈ 3 വ്യവസായങ്ങളും പിന്നീട് ഈ മൺപാത്ര നിർമ്മാണം തുടങ്ങിയ ഇതിലെല്ലാം കൂടെ 10 ലക്ഷം പേര് കേരളത്തിൽ നിത്യം അവരുടെ നിത്യ ജീവിതം പോയിരുന്ന അതിലേക്കൂടാണ്. 10 ലക്ഷം കുടുംബങ്ങൾ അത് മുഴുവൻ തകർന്നടിഞ്ഞു. തൊണ്ടിന്റെ കാര്യം വന്നപ്പോൾ തൊണ്ട് യന്ത്രവൽക്കരണം നടത്തണം. ഒരു 10 മിനിറ്റിൽ 100 തൊണ്ട് തല്ലാൻ പറ്റുന്ന യന്ത്രം, ആ യന്ത്രം കൊണ്ടുവന്ന് ഇവിടെ ഇറക്കിയാൽ ഇതിന് തൊഴിലിന്റെ ഈ ലേബർ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ലേബർ കോസ്റ്റ് കുറച്ചില്ലെങ്കിൽ ഭാവിയിൽ വില കുറയ്ക്കാൻ നമുക്ക് കഴിയാതെ വരും. അപ്പോൾ അത് കയറ്റുമതിയെ ബാധിക്കുമെന്ന് പറഞ്ഞു. നമ്മൾ ചെയ്തില്ല. ചെയ്യാത്തതുകൊണ്ട് എന്ത് പറ്റി? ഇന്ന് കയർ വ്യവസായം പൂർണ്ണമായിട്ടും തകർന്നടിഞ്ഞു. മുഴുവൻ എക്സ്പോർട്ടും ഇന്ന് കേരളത്തിൽ നിന്നല്ല കയർ ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത്. അത് ഇന്തോനേഷ്യ തുടങ്ങിയ നമ്മുടെ ആ രാജ്യങ്ങളിൽ നിന്നാണ്. പിന്നെ കാർഷിക മേഖലയിൽ നോക്കും. കാർഷിക മേഖലയിൽ യന്ത്രവൽക്കരണം അനിവാര്യമാണെന്ന് നമ്മൾ ഭാരത സർക്കാരും ആസൂത്രണ കമ്മീഷൻ പറഞ്ഞപ്പോൾ കേരളമാണ് പുറംതിരിഞ്ഞു നിന്ന്. ഇവിടെ നമ്മൾ യന്ത്രവൽക്കരണം നടപ്പാക്കിയില്ല. അതിന് ഇപ്പോൾ എന്താ അവസ്ഥ? നെല്ല് കൊയ്യാൻ ആളില്ല, ഞാറ് നടാൻ ആളില്ല, തെങ്ങ് കയറാൻ ആളില്ല. തെങ്ങ് കയറുന്നത് ബംഗാളികളാണ് മുഴുവൻ. അപ്പം ഇതിൻ്റെ ഫലം എന്താ ഉണ്ടായി? കേരളം എന്നുള്ള പേര് വന്നത്
തെങ്ങിൽ നിന്നാണ്. കേരമാണ്, കേരവൃക്ഷമാണ്. ഇന്ന് നമ്മൾ 4ാം സ്ഥാനത്താണ്. ഉൽപാദനത്തിലും ഉൽപാദനക്ഷമതയിലും നമ്മൾ പിന്നാക്കം പോയി. അല്ല, അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ, കൃഷി, ഡിപ്പ് ഇറിഗേഷൻ അടക്കമുള്ള സോയിൽ മണ്ണ് പരിശോധന നടത്തി, ഡിപ്പ് ഇറിഗേഷൻ നടത്തി കൃഷിയുടെ ആധുനികവൽക്കരണത്തിലൂടെ കാർഷിക ഉൽപാദനവും ഉൽപാദനക്ഷമതയും കൂട്ടാനുള്ള നിർദ്ദേശങ്ങളോട് മുഴുവൻ കേരളം മുഖം തിരിഞ്ഞു നിന്നു. അവർ പറഞ്ഞു തന്ന് വോട്ട് ബാങ്കാണ് ലക്ഷ്യമിട്ടത്. കാർഷിക മേഖലയിലെ CPM-കാരുടെ കർഷക തൊഴിലാളി യൂണിയൻ അടക്കമുള്ളവർക്ക് തൊഴിൽ നഷ്ടപ്പെടും എന്ന മുടന്തൻ ന്യായം പറഞ്ഞിട്ടാണ് അന്നത് ചെയ്തത്. അതിന്റെ ഫലമായിട്ട് എന്ത് പറ്റി? മുഴുവൻ സംഭവങ്ങളും തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും ആന്ധ്രയിലേക്കും പോയി. ഡിപ്പ് ഇറിഗേഷൻ ഏറ്റവും നന്നായിട്ട് ഉപയോഗപ്പെടുത്തി ഏറ്റവും നല്ല ഫാംസ് മുഴുവൻ. നിങ്ങൾ ആലോചിക്കേണ്ടത്, കോയമ്പത്തൂരിലെ ഒറ്റ വ്യവസായിയാണ് കേരളത്തിലേക്ക് ആവശ്യമായ മത്തങ്ങ മുഴുവൻ വരുന്നത് ഒരൊറ്റ വ്യവസായിയുടെ ഫാമിൽ നിന്നാണ്. ഈ ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടാകുന്നു? കമ്പ്യൂട്ടറിന് നമ്മൾ എതിരായിരുന്നു. ഇപ്പോൾ അവസാനം പിണറായി വിജയനെ പിടിച്ചത് കമ്പ്യൂട്ടറിന്റെ ബാഗിൽ വെടിയുണ്ട വെച്ചേനാ. അപ്പൊ ഇതിനെ എല്ലാത്തിനെയും നമ്മൾ ഇങ്ങനെ എതിരായിട്ട് കാണുകയും. മനസ്സിലായി. നമ്മൾ നയപരമായ വൈകല്യങ്ങൾ, മുൻകാലങ്ങളിൽ നമ്മൾ പിന്നിട്ട് വന്ന വൈകല്യങ്ങളെ കുറിച്ചാണ് താങ്കൾ പറഞ്ഞത്. അതിലൂടെ ഇപ്പം നമ്മൾ ഇനി ചിന്തിക്കേണ്ടത്, ഇനി അങ്ങോട്ട് എന്ത് എന്ന് ചിന്തിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മളൊന്ന് സൂക്ഷ്മമായിട്ട് അനലൈസ് ചെയ്യണമെങ്കിൽ അതിരൂക്ഷമായ സാമ്പത്തിക അരക്ഷിതാവസ്ഥയിലേക്കാണ് നമുക്ക് പോകേണ്ടത്. നമ്മൾ ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെതായും കേന്ദ്ര സഹകരണത്തോടു കൂടിയും ശതകോടികളുടെ പദ്ധതികളാണ് നിർമ്മാണ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിലും മറ്റ് ഇതര നിർമ്മാണ പ്രവൃത്തികൾക്കൊക്കെ നമ്മൾ കോടികളുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചു. ഇനി ഒരുപാട് ബഹുദൂരം മുന്നേറാനുണ്ട്. വിഴിഞ്ഞം പോലുള്ള പദ്ധതികളൊക്കെ പൂർണ്ണതോതിൽ യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ഇനിയും ശതകോടികൾ ഉണ്ടായേ പറ്റൂ. നിലവിൽ നിക്കക്കള്ളിക്ക് വഴിയില്ലാത്തൊരു സംസ്ഥാനത്ത് ഇതൊക്കെ എങ്ങനെ പോസിബിൾ ആവും? താങ്കൾക്ക് എന്ത് തോന്നുന്നു? അതായത് നമ്മളിപ്പം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ 2024-25 ബഡ്ജറ്റ് നമ്മൾ നോക്കുന്ന അവസരത്തിൽ ഇനി ചില കാതലായ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വരും. അത് സംസ്ഥാനങ്ങൾ, കേരളത്തിനാണോ? അല്ല, കേരളത്തിനും മറ്റ് സംസ്ഥാനങ്ങൾക്ക്, ഇന്ത്യക്കും മൊത്തത്തിൽ. അപ്പം നേരത്തെ GK പറഞ്ഞതുപോലെ 2047 നമ്മൾ 5 ട്രില്യൺ എക്കോണമിയിലേക്ക് പോവുകയാണ്. 5 ട്രില്യൺ എക്കോണമിയിൽ നമ്മുടെ പ്രതിശീർഷ വരുമാനം വികസിത രാജ്യങ്ങളെ ലെവലിലേക്ക് ഉയർത്തണം. അതായത് അവരുടെ പ്രതിശീർഷ വരുമാനം എന്ന് പറഞ്ഞാൽ $13,000. നമ്മുടെ ഇന്ന് ഏകദേശം $4,000 മുകളിലേ വരുന്നുള്ളൂ. പക്ഷേ അന്നേരം 3 ഇരട്ടി വർധന അവിടെ ഉണ്ടാകണം. ആ 3 ഇരട്ടി വർധന ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ക്യാപിറ്റൽ ഫോർമേഷനിലും നമ്മുടെ സേവിങ് ഇൻവെസ്റ്റ്മെൻറ്റ് റേറ്റിലെ കാതലായ ഒരു മാറ്റം വരുത്തേണ്ടതായിട്ട് വരും. ഒപ്പം നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനും കാതലായ ഒരു ഊന്നൽ നൽകേണ്ടതായിട്ട് വരും. പക്ഷേ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി അമിതമായ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. നമ്മുടെ റെയിൽവേ ലൈനാണെന്നുണ്ടെങ്കിലും, പോർട്ടാണെന്നുണ്ടെങ്കിലും, എയർപോർട്ടാണെന്നുണ്ടെങ്കിലും, നാഷണൽ ഹൈവേ അതോറിറ്റി ആണെന്നുണ്ടെങ്കിലും. ഇപ്പോൾ ഉദാഹരണത്തിന് 2024-25 ഈ വോട്ട്-ഓൺ അക്കൗണ്ടിൽ ഏകദേശം 11 ലക്ഷം കോടി രൂപയാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി മാത്രം ചെലവഴിക്കാൻ ബഡ്ജറ്റ് കാണിച്ചിട്ടുള്ളത്. അതൊരു മാസീവ് ഇൻവെസ്റ്റ്മെൻറ്റാണ്. അത് നമ്മുടെ സമ്പദ്ഘടനയുടെ നേരത്തെ പറഞ്ഞതുപോലെ അതിവേഗ വളർച്ചയ്ക്ക് ഉത്തേജനം നൽകുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് മാത്രം നമുക്ക് പുരോഗതി കൈവരിക്കാൻ കഴിയാതെ വരികയും അത് സസ്റ്റെയിൻ ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അത് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചെറുകിട ഗ്രാമ വ്യവസായങ്ങളെ ഉത്തേജിപ്പിക്കാനുള്ള മാർഗ്ഗങ്ങളുണ്ടായിരിക്കണം. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകണം. നമ്മുടെ പോവർട്ടി റേഷ്യോ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാകണം. എല്ലാവർക്കും കുടിവെള്ളം കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു സമഗ്രമായ ഒരു ചെറിയ മാറ്റങ്ങളിൽ കൂടി മാത്രമേ 2024-25 ബഡ്ജറ്റ്, അതായത് മോദി ഗവൺമെൻറ്, 3ാമത്തെ മോദി ഗവൺമെൻറ്റിൻ്റെ ആദ്യ ബഡ്ജറ്റിൽ ഇങ്ങനെ സമഗ്രമായൊരു മാറ്റം വരുത്തിക്കൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളീ പറയുന്ന 5 ട്രില്യൺ എക്കോണമി എന്ന് പറഞ്ഞ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ സാധിക്കും. സസ്റ്റൈനബിൾ ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ സാധിക്കും. പോവർട്ടി കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ കാർഷിക മേഖലയിൽ ഒരു പുത്തൻ ഉണർവ് കൊടുക്കാനായിട്ടും വരും. കേന്ദ്രത്തിന്റെ ഒരു പോളിസിയിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ നയസമീപനങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അതിനോടൊപ്പം സംസ്ഥാനം കൂടെ ചേർന്ന് നിന്നാൽ മാത്രമേ സംസ്ഥാനത്ത് ഒരു സാമ്പത്തിക സുസ്ഥിരത ഉണ്ടാകാൻ സാധിക്കത്തുള്ളൂ. തീർച്ചയായിട്ടും അതിൽ പിടിച്ചു നിൽക്കണം. കേരളത്തിന്റെ കാര്യത്തിൽ, കേരളം ഈ വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയം മാറ്റിവെക്കണം. ഇനിയെങ്കിലും എല്ലാ കാലവും കേന്ദ്ര ഏത് സർക്കാർ വന്നാലും, UPA സർക്കാർ വന്നാലും NDA സർക്കാർ വന്നാലും, ഇവരെടുത്ത് സമരം ചെയ്ത, അല്ലെ എല്ലാ കാലവും എതിർത്തിട്ട് പറയുന്ന ഭാവാത്മകമായ കാര്യങ്ങളെപ്പോലും എതിർത്തിട്ട് എത്ര കാലം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും? കേന്ദ്രത്തിൽ നിന്ന് കാര്യങ്ങൾ നേടിയെടുക്കണം. ആലോചിക്കണം. ആലപ്പുഴ ബൈപ്പാസ്, കൊല്ലം ബൈപ്പാസ് 40 വർഷമാണ് എടുത്തത്.
അതേസമയം നിതിൻ ഗഡ്കരി ചുമതല എടുത്തതിന് ശേഷം അദ്ദേഹം ആദ്യം ചെയ്തത് ഈ പഴയ പദ്ധതികൾ നോക്കിയിട്ട് സമയബന്ധിതമായിട്ട് കണക്ടിവിറ്റി അങ്ങോട്ട് പൂർത്തി വിത്തിൻ 1 ഇയർ എന്ന് പറയാം. വിത്തിൻ 1 ഇയർ ഇവിടെ എത്ര ബഹളം ഉണ്ടായി. ദേശീയപാതയുടെ വീതി കൂട്ടാൻ പറ്റില്ല. വീതി കൂട്ടിയ വീതി എത്രയാണോ ദേശീയ തലത്തിലുള്ള ആ മാനദണ്ഡം എത്രയാണോ ആ മാനദണ്ഡത്തിൽ തന്നെ റോഡ് പണിയുള്ളൂ എന്നുള്ള കേന്ദ്ര സർക്കാർ നിലപാടിലല്ലേ ഇപ്പൊ ഈ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള റോഡ് വികസിക്കുന്നത്. 2024 അത് കമ്മീഷൻ ചെയ്യും. ഇപ്പോഴത്തെ ഇതനുസരിച്ച് 2 ലക്ഷം കിലോമീറ്റർ ആണ് നമ്മൾ ഈ വർഷം ദേശീയപാത നമ്മൾ പുതുതായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. 2 ലക്ഷം കിലോമീറ്റർ. അപ്പം ഇത് വരുമ്പം ഇപ്പം നമ്മൾ അമേരിക്കയ്ക്ക് തുല്യമായി കഴിഞ്ഞു മൊത്തം റോഡ് നെറ്റ്വർക്കിന്. ഇപ്പം റോഡ് നെറ്റ്വർക്കിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ചെറുകിട വ്യവസായങ്ങളുടെ കാര്യത്തിൽ ഇത്തവണ വളരെ കാര്യമായ മാറ്റം കൊണ്ടുവരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മനസ്സിലായി. ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞത് അനുസരിച്ചിട്ട് MSME രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. കാർഷിക രംഗത്ത് ഒരുപാട് നൂതനമായ ആശയങ്ങളും പുതിയ നയസമീപനങ്ങളും കേന്ദ്രം കൊണ്ടുവരും. സംസ്ഥാനം കൂടെ സഹകരിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതാണ് ആ രംഗത്തുള്ളൊരു പ്രത്യാശ. സാധാരണക്കാർ എപ്പോഴും ചിന്തിക്കുന്നത് എന്നെ ഇതെങ്ങനെ ബാധിക്കും എന്നുള്ളൊരു ചോദ്യമായിരിക്കും. കാരണം എല്ലാവരും ചിന്തിക്കുന്നത് ഒരു ജനറൽ പ്രോസ്പെക്റ്റീവിലായിരിക്കില്ല. സാധാരണക്കാരൻ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ഈ പെട്രോൾ ഡീസൽ വില വർധനവ്, ആൾക്കാർ ഏറ്റവും കൂടുതൽ പാചകവാതകം, ഇത്തരം കാര്യങ്ങളിലാണ് സാധാരണക്കാരൻ എപ്പോഴും കൺസേൺഡ് ആയിട്ടിരിക്കുന്നത്. ഇക്കുറി നമുക്ക് ആ രംഗത്ത്, കാരണം ഇപ്പം കുറേ നടക്കുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല, GST കൗൺസിലിൽ പലപ്പോഴും വരുന്ന ഒരു കാര്യം, അതായത് പെട്രോളിനെയും ഡീസലിനെയൊക്കെ GST പരിധി കൊണ്ടുവരണം എന്നൊക്കെ പലവിധ ആവശ്യങ്ങൾ പല സ്റ്റേറ്റുകൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പം 2/3 എഗ്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കേന്ദ്രം ഓക്കെ ആണെന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്രാവശ്യം അങ്ങനെ എന്തെങ്കിലും ഡ്രാസ്റ്റിക് ആയുള്ള വിപ്ലവകരമായ മാറ്റങ്ങൾ എന്തെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും? GST കൗൺസിലിലെ പെട്രോള് കൊണ്ടുവരണമെന്നുള്ളതിനെ പറ്റി, GST കൊണ്ടുവരണം എന്നുള്ളതിനെ പറ്റി ഒരു നിർദ്ദേശം 2 വർഷത്തിന് മുമ്പേ തുടങ്ങിയതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഒരു സംസ്ഥാനം അതിനോട് യോജിക്കത്തില്ല. അത് കേന്ദ്രത്തിനും അറിയാം. കേന്ദ്രത്തിനും അറിയാം. ഇവിടെ പബ്ലിക്കായിട്ട് പറയുന്ന ബാലഗോപാൽ പോലും അവിടെ പോയിട്ട് ഇത് കുറയ്ക്കാൻ പറയുന്നില്ല. അല്ല, കാരണം അതിനകത്ത് നമ്മൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ്, നമ്മുടെ ഓയിൽ ഇൻഡസ്ട്രിയാണ് നമ്മുടെ സമ്പദ്ഘടനയെ താങ്ങി നിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. അങ്ങനെ ഓയിൽ ഇൻഡസ്ട്രി, അതേപോലെ തന്നെ സംസ്ഥാനങ്ങളുടെ വരുമാനത്തെയും താങ്ങി നിർത്തുന്ന ഒരു ഘടകമാണ് ഓയിൽ ഇൻഡസ്ട്രി. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെയും അതുപോലെ സംസ്ഥാനത്തിൻ്റെയും. ഉദാഹരണത്തിന് കേരളത്തിലെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റേറ്റ് ഓഫ് ടാക്സ് ചുമത്തുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതെ, സർചാർജ് കൂടാതെ കണ്ടിട്ട് 31.08% ആണ് പെട്രോളിൻ്റെ ഇവിടുത്തെ വാല്യൂ ആഡഡ് ടാക്സ്, അല്ലെങ്കിൽ സെയിൽ ടാക്സ്. 100 രൂപയുടെ 31 രൂപ കേരളത്തിന് എടുക്കുന്നത്. പക്ഷേ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇവിടെ മദ്യത്തിനും പെട്രോളിനും ഇത് ശരിക്കും പറഞ്ഞാൽ ലൂട്ടിംഗ് അല്ലേ? കേന്ദ്രമായാലും സംസ്ഥാനമായാലും രാഷ്ട്രീയം മാറ്റി വെച്ച് ഞാൻ ചോദിക്കുകയാണ്. വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ തന്നെയാണെങ്കിൽ പോലും ഇത്രയും ഭീമമായൊരു തുക സാധാരണക്കാരന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് എന്ത് ന്യായീകരണമാണ്? ഒരു കാര്യം, മദ്യം, ലോട്ടറി, പെട്രോൾ, ഈ 3 ഇല്ലാന്നുണ്ടെങ്കിൽ കേരളത്തില് ഖജനാവ് പൂട്ടും. ഒന്നുമില്ല. കേരളം ഏകദേശം വെറും 100 രൂപ, 80 രൂപ, 85 രൂപ പ്രൊഡക്ഷൻ കോസ്റ്റ് ഉണ്ട്. കർണാടകത്തിൽ നിന്ന് വരുന്ന മദ്യമാണ് ഇവിടെ 300 രൂപയ്ക്ക് വിൽക്കുന്നത്. 250% നികുതി. നമുക്ക് മദ്യം മാറ്റി വയ്ക്കാം, കാശുള്ളവൻ വാങ്ങി കുടിക്കട്ടെ, നശിക്കാൻ തീരുമാനിച്ചവൻ നശിക്കട്ടെ, അത് അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യം. പക്ഷേ പെട്രോളിന്റെ ഡീസലിന്റെ കാര്യത്തിൽ ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ, ഒന്നാം മോദി സർക്കാർ അധികാരത്തിൽ കയറുന്നതിന് മുന്നേ 50 രൂപയ്ക്കൊക്കെ പെട്രോൾ കൊടുക്കുമെന്നൊക്കെ വാർത്തകളും അവകാശവാദങ്ങളും ഈവൻ ചാനൽ ചർച്ചകളിൽ പോലും വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതുവരെ ഇതിപ്പോൾ 3ാം ടൈമാണ്, ഒന്നും സംഭവിച്ചില്ല. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കുന്ന ഒരു കാലം രാജ്യത്ത് വരുമോ? ഒരിക്കലും വരത്തില്ല. വാങ്ങുന്ന വില അതിനേക്കാൾ കൂടുതലാണ്. അല്ല, ഇതിന്റെ 2010-11 നമ്മളുടെ പെട്രോളിൻ്റെ ഇൻ്റർനാഷണൽ മാർക്കറ്റിലെ വില എന്ന് പറയുന്നത് ഒരു ബാരലിന് ഏകദേശം $140 ആയിരുന്നു. ഇപ്പോൾ അത് 80-82 രൂപയായിട്ട് ഡോളറായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതെ, 107 രൂപയാണ്. അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും സംസ്ഥാനങ്ങളിലും അതിനൊരു തുല്യ പങ്കാളികളാണെന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. കാരണം ഇതിനകത്ത് കടം വരത്തില്ല. ഈ രൊക്കം കാശാണ്, പർച്ചേസ് ടാക്സ് ആണ് അവിടെ. പെട്രോളിന്റെ വില കൂടി വെച്ചിട്ട് ഇന്ന് വണ്ടിയിൽ പെട്രോൾ അടിക്കത്തില്ല, ടാക്സ് വെട്ടിപ്പ് നടക്കത്തില്ല. അതുകൊണ്ടാണ് സംസ്ഥാനങ്ങൾ ഇതിനെപ്പറ്റി കൂടുതൽ. പിന്നെ അതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം, പെട്രോൾ അല്ലെങ്കിൽ ഇന്ധന ടാക്സ് ആണ് എല്ലാ സംസ്ഥാനങ്ങളുടെയും പ്രധാനപ്പെട്ട സോഴ്സസ് ഓഫ് ഇൻകം. അതിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ വെട്ടിപ്പില്ല, തട്ടിപ്പില്ല, അഴിമതി ഒന്നുമില്ല. പിന്നുള്ളത് ഈ മദ്യവും അതുപോലെ ലോട്ടറിയാണ്. ഈ മദ്യം ലോട്ടറിയിൽ നിന്ന് ഈടാക്കുന്നത് ഒരു സസ്റ്റൈനൽ അത് ശാശ്വതമായ സുസ്ഥിര വികസനത്തിൻ്റെ ലക്ഷണങ്ങളല്ല.
എപ്പോൾ വേണമെങ്കിലും ആ സമ്പദ്ഘടനയ്ക്ക് തകർന്നു വീഴാം. ആ ഒരു അവസ്ഥയിലേക്കാണ് കേരള എക്കോണമി. കേരളം അല്ലാതെ വേറെ ആരെങ്കിലും ഈ മദ്യത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോകുന്ന സംസ്ഥാനങ്ങൾ എന്താ അവസ്ഥ? ഇല്ല കേരളം മാത്രമാണ്. മദ്യവും ലോട്ടറിയും ഈ പെട്രോളും കൊണ്ട് പോകുന്നത് കേരളം മാത്രമാണ്. നമ്മൾ തമാശക്കാണെങ്കിലും പറയും, കുടിയന്മാർ എപ്പോഴും പറയുന്നത് ഞങ്ങളാണ് രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കാളികളാവുന്നത്. അവരാണ് കേരളം നടത്തുന്നത്. അവരാണ് രാഷ്ട്ര അല്ല, നിർമ്മാണം കേരളം നടത്തുന്നത്, രാഷ്ട്രമല്ല കേരളം. കേരളത്തെ ഇന്ന് മുന്നോട്ട് കൊണ്ടുവന്നത് ലോട്ടറിക്കാരും മദ്യവുമാണ്. പിന്നെ കേരളത്തിൻ്റെ മൊത്തത്തെ സാമ്പത്തിക സ്ഥിതി നമ്മളെടുത്ത് നോക്കുന്നത് നേരത്തെ തുടക്കത്തിൽ ചോദിച്ചതാണ്. അതിനകത്ത് 2-3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതായത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഡിമാൻഡ്, അത് UPA ഭരിച്ചാലും NDA ഭരിച്ചാലും കേരളത്തിൻ്റെ ഡിമാൻഡ് ഞങ്ങൾക്ക് ഇഷ്ടാനുസരണം വായ്പ എടുക്കാനുള്ള അനുവാദം കൊടുക്കുക. അതെ, ഇതാണ്. പിന്നെ 2, ധനകാര്യ കമ്മീഷൻ്റെ ഈ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തുക. ഞങ്ങൾ പറയുന്ന പോലെ ധനകാര്യ കമ്മീഷൻ ഞങ്ങൾക്ക് വിഹിതം കൂട്ടിത്തരണം. ഇപ്പം ധനകാര്യ കമ്മീഷൻ എടുത്തു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് അല്ല, നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത്. എല്ലാ 5 വർഷം കൂടിയിരുന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമിക്കുന്നു, പ്രസിഡന്റ് നിയമിക്കുന്നു. അവരെ വിദഗ്ധരാണ് അതിനകത്ത് അംഗങ്ങളായിട്ട് വരുന്നത്. എല്ലാ സംസ്ഥാനങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ റവന്യൂ സോഴ്സസിനെ പറ്റി അവർ അസസ് ചെയ്യുന്നുണ്ട്. സംസ്ഥാനങ്ങളുടെ ആവശ്യം അടിസ്ഥാനമാക്കിയിട്ട് അവരൊരു തീരുമാനത്തിലെത്തിക്കൊണ്ട് എത്ര ശതമാനം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എടുക്കണം, എത്ര ശതമാനം സംസ്ഥാനങ്ങൾ കൊടുക്കണം. അത് 14ാം ധനകാര്യ കമ്മീഷനാണ് 42% സംസ്ഥാനങ്ങൾക്ക് വിതരണം ചെയ്യണമെന്ന് പറഞ്ഞൊരു സ്ട്രക്ചറലായിട്ടൊരു മാറ്റം കൊണ്ടുവന്നത്. അതുവരെ ഉണ്ടായിരുന്നു 31-30% ഒക്കെ ആയിരുന്നു. അത് 42% ആയിരുന്നു. പ്രണബ് മുഖർജി ആയിരുന്നു. അല്ലല്ല ഈ മോഡി ഗവൺമെൻറ് വന്നതിന് ശേഷം 14ാം ധനകാര്യ കമ്മീഷൻ്റെ സമയത്ത് 41%. അത് എല്ലാ സംസ്ഥാനങ്ങളും ഒരു ഹാപ്പിയായി. പക്ഷെ അവിടെ ഒരു കാര്യം ആരും മനസ്സിലാക്കിയില്ല. ഈ 31-ൽ നിന്നും 10% കൂട്ടി 41% ആക്കിയ അവസരത്തിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മൊത്ത വരുമാനത്തിൽ 42% സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണം. പക്ഷെ അത് നേരത്തെ ഉണ്ടായിരുന്ന നികുതി വരുമാനത്തിൻ്റെ 31%. പക്ഷേ ഇത് പ്ലാൻ ഗ്രാൻറ്റും നികുതി വരുമാനവും കൂടെ ചേർത്തിട്ടാണ് 42 കൂടിയത്. പെട്ടെന്ന് കേട്ട അവസരത്തിൽ കേരളം ഉൾപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങളും, ധനകാര്യമന്ത്രി ഐസക് ആയിരുന്നു, കൈയടിച്ച് പാസ്സാക്കിയതായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന അവസരത്തിൽ 41% കൂട്ടി. അത് പിന്നെ 42% കൂട്ടി. പിന്നെ ജമ്മു കാശ്മീർ സംസ്ഥാനത്തിൻ്റെ പദവി നഷ്ടപ്പെട്ട അവസരത്തിൽ, പുതിയ നിയമം കൊണ്ടുവന്ന അവസരത്തിൽ അത് 41% കുറച്ചു. ആ 41% വരുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നികുതി വരുമാനമാണ് ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക് വിധിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ ഒരു മാനദണ്ഡമുണ്ട്, വ്യക്തമായ മാനദണ്ഡമുണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കും അതേപോലെ തന്നെ ധനകാര്യ കമ്മീഷനും. അതിൽ പോപ്പുലേഷൻ വരുന്നുണ്ട്, നമ്മുടെ ദാരിദ്ര്യം വരുന്നുണ്ട്, എക്കണോമിക് ഗ്രോത്ത് വരുന്നുണ്ട്, നമ്മുടെ സോഷ്യൽ ഏരിയ വരുന്നുണ്ട്, ഫോറസ്റ്റ് ഏരിയ ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ വ്യക്തമായ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ ധനകാര്യ കമ്മീഷനും സംസ്ഥാനങ്ങൾക്ക് വീതം കൊടുക്കുന്നത്. ഈ 14ാം ധനകാര്യ കമ്മീഷൻ 10ാം ധനകാര്യ കമ്മീഷനാണ് ഇപ്പോൾ ഇവർ പറയുന്നത് ഏറ്റവും വലിയ. അന്ന് 3.8% കേരളത്തിന് വിഹിതമായിട്ട് കിട്ടുമായിരുന്നു മാനദണ്ഡപ്രകാരം. അത് ഓരോ ധനകാര്യ കമ്മീഷനും കുറച്ച് കൊണ്ടുവന്ന് ഇപ്പോൾ അത് 1.92% കുറഞ്ഞിട്ടുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം കേരളത്തിൻ്റെ ജനസംഖ്യ കുറഞ്ഞതുകൊണ്ടാണ്. കേരളത്തിൻ്റെ ജനസംഖ്യ, അതായത് ധനകാര്യ കമ്മീഷൻ്റെ 1971 ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് ഈ 14ാം ധനകാര്യ കമ്മീഷൻ വരെ വിഹിതം നിർണ്ണയിച്ചുകൊണ്ടിരുന്നത്. ആ 14ാം ധനകാര്യ കമ്മീഷൻ്റെ സമയത്ത് അവരൊരു തീരുമാനമെടുത്തത് 71 ജനസംഖ്യയ്ക്ക് പകരം നമ്മുടെ ജനസംഖ്യയിൽ കാതലായ മാറ്റം വന്നിട്ടുണ്ട്. ആ ഡെമോഗ്രഫിയിൽ തന്നെ ഏജിലായിട്ടുള്ള ആൾക്കാർ കൂടിയിട്ടുണ്ട്, ചെറുപ്പക്കാർ കൂടിയിട്ടുണ്ട്, കുട്ടികൾ കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വന്ന് ആ ഡെമോഗ്രഫിയിലുണ്ടായ സ്ട്രക്ചറൽ വേരിയേഷൻ അനുസരിച്ച് 71 ഈ ജനസംഖ്യ കണക്കിന് പകരം 2011 എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 2011 എടുത്ത അവസരത്തിൽ കേരളത്തിൻ്റെ പോപ്പുലേഷൻ വിഹിതം പെട്ടെന്ന് കുറഞ്ഞു. അതനുസരിച്ച് നമ്മുടെ റവന്യൂ വരുമാനം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന നികുതി വരുമാനം കുറഞ്ഞ്, അതുകൊണ്ടാണ് 1.92% ഒക്കെ. അതിന് ധനകാര്യ കമ്മീഷൻ അവിടെ ഒരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. കേരളത്തിൻ്റെ ഈ കുറവ് നഷ്ടം പരിഹരിക്കാൻ, നമ്മളല്ലേ GSTയുടെ കാര്യം പറഞ്ഞതുപോലെ, ആ നഷ്ടം പരിഹരിക്കുന്നതിന് വേണ്ടി 15ാം ധനകാര്യ കമ്മീഷന് ആദ്യം 4 വർഷത്തേക്ക് കേരളത്തിന് ഏകദേശം ഒരു 53,000 കോടി രൂപ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡായിട്ട് കൊടുത്തു. ആദ്യ വർഷം 2021, 22 അങ്ങനെ അവർ പറഞ്ഞ് ആദ്യം 4 വർഷം കൊടുക്കണം, ഈ വർഷം മുതൽ കിട്ടത്തുമില്ല. എന്നിട്ട് ഇപ്പോഴവർ പറയുന്നത് ഞങ്ങൾക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നത് ഇനിയും കിട്ടണമെന്നാണ്. അതവിടെ ഗവൺമെൻറ് ഓഫ് കേരള വേറൊരു കാര്യം കൂടെ ചെയ്ത് 2021-22 ഏറ്റവും കൂടുതൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റ് കിട്ടി, ഏകദേശം 19,000 കോടി രൂപയോളം കിട്ടി. ആ 19,000 കോടി രൂപ എടുത്തിട്ടാണ് അന്ന് കേരളത്തിലെ ഈ ശമ്പള കമ്മീഷൻ പരിഷ്കാരം നടപ്പിലാക്കിയത്. ഒറ്റ വർഷം കൊണ്ട് 24,000 കോടി രൂപയുടെ അധിക ബാധ്യതയാണ്
ഗവൺമെൻറ് ഓഫ് കേരള ഉണ്ടാക്കി വെച്ചത്. അതായത് ശമ്പള പരിഷ്കരണത്തിനും പെൻഷൻ പരിഷ്കരണത്തിനും വേണ്ടി. അന്നേ അവർ വിചാരിച്ച് എല്ലാ വർഷവും ഇതേപോലെ തന്നെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റ് കിട്ടും. അടുത്ത വർഷം 2022-23 ആയപ്പോഴേക്കും അത് 16,000 കുറഞ്ഞു. 22-23 ആയപ്പോഴേക്കും അത് 13,000 കുറഞ്ഞു. 23-24 ഏകദേശം 4,500 കോടിയായിട്ട്. അന്നേരം ഇവർ കേരളത്തിലെ ധനകാര്യ പറയുന്നത് ഞങ്ങളെ 13,000 കോടിയിൽ നിന്ന് 4,000 കോടിയായിട്ട് കുറച്ചു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് ചെയ്തത്. അതിനകത്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് യാതൊരു റോളും ഇല്ല. ധനകാര്യ കമ്മീഷൻ പറഞ്ഞ എമൗണ്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് പറയുന്നത് ഒരു കണക്ക് കൊടുത്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഞങ്ങൾക്ക് 57,000 കോടി രൂപ കുടിശ്ശിക കിട്ടാനുണ്ടെന്നതിനെപ്പറ്റി. അങ്ങനെ ഒരു വ്യക്തമായ ഒരു ധാരണയില്ലാതെ പോകുന്ന ഒരു ഭരണ സംവിധാനമാണ് അല്ല ധനകാര്യ മാനേജ്മെന്റ് കേരള. ഇദ്ദേഹം പറഞ്ഞ ഒരു എക്സ്റ്റൻഷൻ ജിക്കോട് ചോദിക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ ഈ കേന്ദ്രം അറിഞ്ഞ കാര്യമല്ല, പക്ഷേ ഇവർ പറയുന്നു അങ്ങനെയാണ്, കേന്ദ്രമാണ് തരാത്തത്. ശരിക്കും പറഞ്ഞാൽ ഈ ധനകാര്യ മാനേജ്മെന്റ് രംഗത്ത് എന്തൊക്കെയാണ് കമ്മീഷന്റെ നിർദ്ദേശം, എന്താണ് അതിന്റെ സ്റ്റാറ്റ്യൂട്ടറി നോംസ് എന്താണെന്നുള്ളതൊന്നും ജനങ്ങൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. പബ്ലിക്കിന് അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഭരിക്കുന്ന ആൾക്കാർ എന്ത് പറയുന്നു അത് മാത്രം വിശ്വസിക്കുക എന്നുള്ളത് അല്ല. അതാണ് ഇത് രാഷ്ട്രീയമായിട്ട് ഇവർ തെറ്റിദ്ധാരണ പരത്തുകയാണ്. കേന്ദ്രം തരാനുണ്ട്, കേന്ദ്രം വരില്ല. അല്ല, ഇത് ഈ ധനകാര്യ കമ്മീഷന്റെ മാനദണ്ഡം അനുസരിച്ച് നമ്മുടെ സംസ്ഥാനത്തിന്റെ നമ്മുടെ മൊത്തം വരുമാനത്തിന്റെ 3.5% കൂടുതൽ നമുക്ക് കടമെടുക്കാൻ പറ്റില്ല. ഇവർ അനിയന്ത്രിതമായി കടമെടുക്കുന്നത് കൊണ്ടാണ് ഇവിടുത്തെ പ്രശ്നം. അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അതേസമയം നമ്മൾ ആലോചിക്കണം, ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമ്മൾ വ്യവസായ രംഗത്ത് വന്ന മാറ്റം, ഇപ്പം മൊബൈൽ ഫോണിൻ്റെ നിർമ്മാണത്തിലും വിൽപ്പനയിലും ഇന്ത്യ ലോകത്ത് 2ാം സ്ഥാനത്തെത്തി. പക്ഷെ കേരളത്തിൽ ഇത്രയും കൂടുതൽ സാക്ഷരതയുള്ള കേരളത്തിൽ എത്ര മൊബൈൽ ഫോൺ കമ്പനി കേരളത്തിലുണ്ട്? ഒന്നുമില്ല, ഒരെണ്ണം പോലും ഇല്ല. അപ്പം ഈ സംസ്ഥാന സർക്കാരിൻ്റെ തലയിൽ എന്തെങ്കിലും ആളുതാമസം ഉണ്ടെങ്കിൽ അപ്പം ഈ തരത്തിലുള്ള പദ്ധതികളിലൂടെ ഇവിടെ വ്യവസായം കൊണ്ടുവരാൻ നോക്കണ്ടേ? ഇപ്പോൾ നേരത്തെ പറഞ്ഞാണ് ഈ ഡോക്ടർ PK ഗോപാലകൃഷ്ണൻ ആസൂത്രണ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവായിട്ടുള്ളപ്പോഴാണ് ഈ കേരളത്തെ ഇലക്ട്രോണിക് ഹബ്ബാക്കണമെന്നുള്ള നിർദ്ദേശം വരുന്നതും അച്യുതമേനോനും TV തോമസും ജപ്പാനിൽ പോകുന്നതും പഠനം നടത്തുന്നതും കെൽട്രോൺ കൊണ്ടുവന്നതും. കെൽട്രോൺ പൊളിച്ചഴിച്ചു, അടുക്കി കളഞ്ഞു. കെൽട്രോണിനെ ഒന്ന് റീവാമ്പ് ചെയ്ത് മര്യാദയ്ക്ക് കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും അത് സ്പ്രെഡ് ചെയ്ത് ഈ തരത്തിലുള്ള ഇലക്ട്രോണിക് വ്യവസായം മൊബൈൽ ഫോണിൻ്റെ നിർമ്മാണം അടക്കമുള്ള കൊണ്ടുവന്നിരുന്നെങ്കിൽ, ഇപ്പോൾ ഈ കെ ഫോൺ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഇതിന് പകരം ഈ കെ ഫോൺ മൊബൈൽ ഫോൺ ആയിരുന്നെങ്കിലോ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് മുഴുവൻ ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടും, അല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തിൽ മുഴുവൻ കെ ഫോൺ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അനായാസം നമുക്കൊരു സ്ഥാപനം ഇവിടെ ഡെവലപ്പ് ചെയ്യാമായിരുന്നു. സർക്കാർ സംവിധാനത്തിൽ വരുന്ന ഒരു സ്ഥാപനം പോലും ഇവിടെ സസ്റ്റെയിൻ ചെയ്യുന്നില്ല. നയപരമായ വൈകല്യങ്ങളാണ് ഈ പറയുന്നത്. ഉറപ്പായിട്ടും ഏത് നമ്മുടെ തൊഴിലാളി ക്ഷേമനിധി ബോർഡുകൾ നോക്കും, KSRTC, വാട്ടർ അതോറിറ്റി, ഏത് സ്ഥാപനമാണ് നമുക്കൊരു ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ജനങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്നത്? മനസ്സിലായി സാർ. ഇതിൽ ഇവിടെ 2 കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. GK പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും സംസ്ഥാന ഗവൺമെൻറ് തമ്മിലുള്ള ഒരു അന്തർ സംസ്ഥാനം എന്ന് പറയാൻ പറ്റത്തില്ല, കേരളമായിട്ടാണ് പ്രധാനമായിട്ടുള്ളത്. ഫെഡറൽ ഡീലിങ്ങിൽ ഉണ്ടായിട്ടുള്ള ഒരു ക്ഷയം സംഭവിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ വായ്പയാണ് ഒരു പ്രധാനപ്പെട്ട ഘടകം. ഇപ്പം നമ്മുടെ 2013 നമ്മൾ ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി മാനേജ്മെൻറ്റ് ആക്ട് കൊണ്ടുവന്നിരുന്നത്. അന്നാണ് പറഞ്ഞത് നമ്മളുടെ റവന്യൂ ഡെഫിസിറ്റ് 3% അതേപോലെ തന്നെ നമ്മുടെ വായ്പ എടുക്കുന്നതിന് പരിധി കൊണ്ടുവരണമെന്ന് പറഞ്ഞു. നമ്മുടെ GDPയുടെ 3% കൂടുതൽ വായ്പ എടുക്കാൻ പാടില്ല എന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമത്തിൽ കൊണ്ടുവന്നു. പക്ഷേ ഗവൺമെൻറ് ഓഫ് കേരള അതിനോട് അനുസരിക്കാൻ വൈമുഖ്യം കാണിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം അതേപോലെ തന്നെ 2021 ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ കോവിഡ് കാലത്ത് ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു എക്കണോമിക് പാക്കേജ് കൊണ്ടുവന്നായിരുന്നു. ആ കോവിഡ് കാലത്തെ റവന്യൂ വരുമാനം കുറഞ്ഞ അവസരത്തിൽ എങ്ങനെ എക്കോണമി ബൂസ്റ്റപ്പ് ചെയ്യാമെന്നുള്ളതിനെപ്പറ്റി അന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറഞ്ഞത് ഒരു പാക്കേജ് എല്ലാ സംസ്ഥാനങ്ങൾക്കും GDPയുടെ 4% വായ്പ എടുക്കാനുള്ള അനുവാദം കൊടുത്തു. ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. ഒന്ന് 0.5% നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ പരിഷ്കാരത്തിന് വേണ്ടി ചിലവഴിക്കേണ്ട സ്മാർട്ട് മീറ്റർ എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്, അത് നിങ്ങൾ നടപ്പിലാക്കണം. പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ 0.5% വെച്ചിരുന്നത് ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് എന്നുള്ളതിന്. ആ കേരളം പിന്നെ ആ ഭാഗത്തിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ ഈ റേഷൻ വിതരണത്തിലെ റിഫോംസ് കൊണ്ടുവന്ന് നടപ്പിലാക്കണമെന്ന് പറയും. അങ്ങനെ 1% പോകും. ബാക്കിയുള്ളതാണ് 3.5% എന്ന് പറയുന്നത്.
ആ 3.5%-ൽ 2023-24 മുതൽ അത് 3 കുറയ്ക്കണമെന്നും പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോഴും കേരള ഗവൺമെൻറ് ഇതൊന്നും വൺ റേഷൻ കാർഡ് വൺ നേഷൻ എന്നുള്ളത് നടപ്പിലാക്കി. അതൊരു പരിധി വരെ. പക്ഷെ അത് എപ്പോഴും കേടാവുന്നുണ്ടെന്നുള്ള സോഫ്റ്റ്വെയർ അതെ ഇതിന്റെ ഭാഗമായിട്ടാണ് സിം കാർഡ് വർക്ക് ചെയ്യുന്നില്ല അതൊക്കെ പറഞ്ഞ് ഒരുപാട് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിപ്പം പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കുക. അതേപോലെ തന്നെ സ്മാർട്ട് മീറ്ററിൻ്റെ കാര്യം ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ അതും ഇതൊന്നും എത്താതെ നിൽക്കുകയാണ് ഇപ്പോഴും. അതേപോലെ പറയുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കണം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറയുന്നത് അവർക്കൊരു നാഷണൽ ലെവലിലുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അവിടെ GSTയുടെ കാര്യം പറഞ്ഞതുപോലെ അത് വെച്ച് നിങ്ങൾ സ്മാർട്ട് ഫോൺ നടപ്പിലാക്കാൻ. അതുപോരാ ഞങ്ങളുടെ തലത്തിൽ സ്മാർട്ട് ഫോൺ നടപ്പിലാക്കുമെന്ന് പറഞ്ഞു പോയി. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു സുൽത്താനാണെന്നും അദ്ദേഹം ഫോണും മറ്റേ കേരളയില് ഇങ്ങനെ ജനങ്ങളെ എങ്ങനെ വെറുപ്പിക്കാം. സമഗ്രമായ വികസനത്തിന്റെ കാഴ്ചപ്പാടില് മൊത്തം ഭാരതത്തോടൊപ്പം കേരളം വികസിക്കുന്ന രീതിയിൽ വികസന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനോടൊപ്പം നിന്നാ പോകേണ്ടത്. ഇതിപ്പോ കൊറോണ സമയത്ത് വന്ന പാക്കേജ് അടക്കമുള്ള കാര്യങ്ങൾ ഈ രാഷ്ട്രീയമായ എതിർപ്പുള്ള മറ്റ് സംസ്ഥാനങ്ങൾ മുഴുവൻ ഉപയോഗപ്പെടുത്തി. എന്നിട്ട് ഇവിടെ കുറ്റം പറഞ്ഞ് നടക്കുക. കേരളം ഒരു പ്രത്യേക രാജ്യമാക്കാൻ നിൽക്കുന്നതാണ്. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ടത് ഈ വായ്പയെടുപ്പിന് സർക്കാർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു കണ്ടീഷൻ വെച്ച അവസരത്തിൽ കേരള ഗവൺമെൻറ് ഐസക്കിൻ്റെ സമയത്താണ് കിഫ്ബി വഴി പുറത്തു പോയി വായ്പ എടുക്കാൻ തുടങ്ങിയത്. അന്ന് പറഞ്ഞിരുന്നത് 2016-17 കിഫ്ബി തുടങ്ങി ഞങ്ങൾ 5 വർഷം കൊണ്ട് 50,000 കോടി രൂപയുടെ പ്രോജക്റ്റുകൾ ടേക്കപ്പ് ചെയ്യും, അത് പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ വായ്പ എടുക്കാനായിട്ട് തുടങ്ങി. അത് AGയുടെ ഓഡിറ്റ് വന്ന അവസരത്തിൽ AG പറഞ്ഞ് ബഡ്ജറ്റിന് പുറത്തെടുക്കുന്ന ഈ വായ്പ ഗവൺമെൻറ്റാണ് തിരിച്ചടയ്ക്കുന്നത്, അതുകൊണ്ട് ബഡ്ജറ്റിനകത്ത് കൊണ്ടുവരണം, അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഈ ലോൺ അവൈൽ ചെയ്യുന്നതിൻ്റെ പരിധി കൊണ്ടുവരണം. അന്ന് AG പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അല്ല ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെ ചെയ്തതല്ല, AGയുടെ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ നിയന്ത്രണം കൊണ്ടുവന്നത്. അതേപോലെ തന്നെ ഒരു എക്സസ് ആയിട്ട് കിഫ്ബി എടുത്ത ലോണ് ഇവർ 2-3 വർഷങ്ങളായിട്ട് തിരിച്ചടയ്ക്കുന്നതിനുള്ള ഒരു നടപടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എടുത്തു. അതുകൊണ്ടാണ് ടോട്ടൽ കുറയാനുള്ള. പിന്നെ ഗവൺമെൻറ് കേരള വീണ്ടും ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇതിനെ ഓവർടേക്ക് ചെയ്തിട്ട് കിഫ്ബി നിയന്ത്രണം കൊണ്ടുവന്ന അവസരത്തിൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ കമ്പനി രൂപീകരിച്ച് ഈ തൊഴിലാളികൾക്ക് 1,200 രൂപ വെച്ചിട്ട് പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി ഇതുപോലെ അവിടെ വായ്പ എടുക്കാൻ തുടങ്ങി. അതും AG കയറി ഓഡിറ്റ് ഒബ്ജക്ഷൻ പറഞ്ഞു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. സ്വതന്ത്ര സംവിധാനമാണ്. അല്ല, അതിന് ഗവൺമെൻറ് ഓഫ് കേരള ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്, കിഫ്ബിയുടെ ഓഡിറ്റ് AGക്ക് കൊടുക്കാൻ പാടില്ല എന്നും പറഞ്ഞു. നടക്കുമോ? കോടതി പോയിട്ട് നിന്നില്ല. നടക്കാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഏതായാലും ബജറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ ഇങ്ങനെ ചുരുങ്ങിയ വാക്കുകൾ ഒതുക്കാൻ പറ്റില്ല. നമുക്ക് അടുത്ത അധ്യായത്തിൽ ചർച്ചകൾ വീണ്ടും തുടരുന്നതായിരിക്കും. നന്ദി.